ഇന്നത്തെ ഇന്ന് നമ്മൾ സ്റ്റേറ്റ് അക്കാഡമിക് സെൽ കണ്ണൂർ KGMA ബ്രാഞ്ചുമായിട്ട് ചേർന്നിട്ട് സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണിത്. പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് TDSഉം ITR ഫയൽ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കലാണ് പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം 31-ാം തീയതിക്ക് മുമ്പ് പലർക്കും ഇതൊക്കെ റിട്ടേണൊക്കെ ഫയൽ ചെയ്യേണ്ടതാണ്. കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. ഇതിന് സഹായിച്ചത് നമ്മുടെ കണ്ണൂർ KGMA ജില്ലാ ഘടകം ഡോക്ടർ സച്ചിനോടും ബാക്കി ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സെക്രട്ടറിയോടും ഒക്കെ നന്ദി പ്രകാശിപ്പിക്കുന്നു ഇപ്പം തന്നെ. ഒപ്പം തന്നെ നമ്മളെ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾക്കായിട്ട് നമ്മുടെ ഡോക്ടർ പ്രവീണിനെ ക്ഷണിക്കുന്നു. പ്രവീൺ തുടർന്നുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. നമ്മുടെ കണ്ണൂർ KGMA സെക്രട്ടറി ആണ് ഡോക്ടർ രഞ്ജിത്തിനെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ആദ്യമായി കണ്ണൂർ KGMAക്ക് ഈ പ്രോഗ്രാം നടത്താൻ അവസരം തന്ന ഡോക്ടർ വിൻസെന്റ്, പ്രവീൺ സർ, ഡോക്ടർ അഭിലാഷ് ആൻഡ് ഡോക്ടർ മെറിൻ, സ്റ്റേറ്റ് അക്കാഡമിക് സെല്ലിന് കണ്ണൂർ ജില്ലയുടെ നന്ദി അറിയിക്കുകയാണ്. അപ്പം സാറിനെ സംബന്ധിച്ച്, പ്രകാശൻ സാറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മുൻപ് വളരെ വിജ്ഞാനപ്രദമായ ക്ലാസ് എടുത്തു തന്നതാണ്. അദ്ദേഹത്തിന് ഈ അക്കാഡമിക് ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. സാറ് ഇപ്പോൾ നിലവിൽ ഇൻകം ടാക്സ് ഓഫീസറാണ് കണ്ണൂർ TDS വാർഡിൽ. സാറ് കണ്ണൂർ സ്വദേശി തന്നെയാണ്. KGMAയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഓഫീസറാണ്. സാർ അറിയിച്ച പോലെ ഡോക്ടർ S. ശ്രീറാം സാർ ജോയിന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് TDSഉം കൂടെ ഇടയ്ക്ക് ഓൺലൈൻ വരാമെന്നാണ് പറഞ്ഞത്. സാറ് ജോയിൻ ചെയ്യായിരിക്കും. അപ്പം ഈ അവസരം തന്ന സ്റ്റേറ്റ് അക്കാഡമിക് സെല്ലിന് നന്ദി പറഞ്ഞുകൊണ്ട് യോഗ നടപടി നിയന്ത്രിക്കാനായി സ്റ്റേറ്റ് അക്കാഡമിക് സെൽ കൺവീനർ സാറും പ്രവീൺ സാറിനെയും ക്ഷണിക്കുന്നു. താങ്ക് യു രഞ്ജിത്ത്. ഈ ജോയിന്റ് കമ്മീഷണർ ശ്രീറാം സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ശ്രീറാം സാർ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. First, I am Sriram, Joint Commissioner of Kozhikode TDS range. So I thank the associations and doctors for arranging this program, for creating awareness about TDS and return filing by our ITO Kannur TDS Prakashan sir. So now we will go to the session, and any discussions you want to have, we can have in between and after the session also. All the best. Thank you. താങ്ക് യു സാർ. ഇനി നമുക്ക് സമയം കളയാതെ പ്രകാശൻ സാറിന്റെ സെഷനിലോട്ട് പോകാം. Good evening, everybody. Respected our Joint Commissioner Sriram sir, we have to start our program of awareness of income tax TDS and ITR filing. First of all, thank you for the conducting arranging such a platform to the office bearers of the KGMA Kannur and the State Academic Cell. Especially Sachin sir has initiated this type of program they wanted, and according to the request, I got the permission from my Joint Commissioner also, and we have to start our program. And this is the PPT prepared by me and for sharing to everybody. I will discuss in Malayalam and English, both language. If any doubt, you can ask in between also. So we can start. നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവരിബഡി നോസ് ഇൻകം ടാക്സ് ആക്ട് 1961. നമ്മുടെ ആക്ട് 1961 ഫസ്റ്റ് നമ്മുടെ ഒരു ആക്ട് വന്നിട്ട് ആ ആക്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. പക്ഷേ 2024 ബഡ്ജറ്റിൽ ഒരുപാട് നമ്മുടെ ഈ ആക്ടിനെ മാറ്റിക്കൊണ്ട് ഇൻകം ടാക്സ് ആക്ട് 2025, അതുകൊണ്ടാണ് ഇതിന് ഒരു പ്രാരംഭ 2026 ലോഞ്ച് എന്ന് പറയാനുള്ള ഒരു കാരണം. അപ്പോൾ അതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരുപാട് സെക്ഷൻസും പ്രൊവിഷൻസും റൂൾസും ഒക്കെ ഉള്ളതിൽ നിന്ന് ചുരുക്കിക്കൊണ്ട് അതിന്റെ ഹാഫ് ആക്കി കുറച്ചും കൂടി സിമ്പിൾ ആക്കിയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ 2025 സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാകേണ്ട വിധത്തിലായി ആക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ
നമ്മുടെ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം ഇൻകം ടാക്സിനും അത് ഈസായിരിക്കും. കാരണം ഫയലിംഗ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യതയോടും കൂടി ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിനും സൗകര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും നാളെ ഒരു നോട്ടീസും അതിന് ഒരു കംപ്ലയൻസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ TDS എന്ന് പറയുന്നതിലേക്കാണ് ആദ്യം കിടക്കുക. നമ്മൾ TDS ഒരു വരുമാനം ഉണ്ടാകുമ്പോൾ ആണ് ഒരു TDS ആയി വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അനദർ ടൈപ്പ് ഓഫ് ടാക്സ്, റാദർ എ വേ ഓഫ് കളക്ഷൻ ഓഫ് ഇൻകം ടാക്സ്, എ ഫോം ഓഫ് അഡ്വാൻസ് ടാക്സ്. അപ്പോൾ ദിസ് കൺസെപ്റ്റ് വാസ് നമുക്ക് TDS കൂടുതൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയവർ തന്നെയാണ് ഡോക്ടേഴ്സ്. അപ്പോൾ ഡോക്ടേഴ്സ് നമ്മുടെ ആരോഗ്യ മേഖലയെ വളരെ കാത്തു സൂക്ഷിക്കുന്ന നിങ്ങൾ ഈ ഒരു സമയത്ത് നമ്മൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ആലോചന തുടങ്ങിയത് തന്നെ നല്ല കാര്യമാണ്. അത് നിങ്ങളുടെ വിലയേറിയ സമയമാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് TDS? ഇറ്റ് ഈസ് ഫോം ഓഫ് അഡ്വാൻസ് ടാക്സ്. നേരത്തെ പറഞ്ഞ മാതിരി മെക്കാനിസം പുട്സ് ദി ഓണേഴ്സ് ഓഫ് കംപ്ലയൻസ് ഓൺ ദ പെയർ ഓഫ് ദി ട്രാൻസാക്ഷൻ. TDS covers major kind of transactions. സാറ് ഒരു മിനിറ്റ് ഒന്ന് സാറ് പവർ പോയിന്റ് ഷെയർ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ, വന്നിട്ടില്ല? ആയിട്ടില്ല. ഇല്ല. ഇല്ല. അപ്പൊ ഞാനത് ഇല്ല, ഷെയർ കൊടുത്തിട്ട് ഒരു മിനിറ്റ്. ഞാനിപ്പോ ഷെയർ ആണല്ലോ ഉള്ളത്. ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യാമോ? അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യണം അല്ലേ? അപ്പോൾ ക്ലോസ് ചെയ്തു. ഷെയർ കൊടുത്തിട്ട് ഇപ്പൊ എന്താ സ്ഥിതി സാർ? ഇനി താഴത്തെ ടാബിൽ നിന്ന് പവർ പോയിന്റ് എടുത്താൽ മതി. ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാം. ഇനി അത് പ്രസന്റേഷൻ മോഡിലോട്ട് ഒന്ന് ആക്കാമോ? പ്രസന്റേഷൻ മോഡിലേക്ക് ആക്കാം. ഓക്കെ, ഇപ്പൊ കാണാമോ? കറക്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഈ ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാരംഭ 2026 എന്ന് പറയാനുള്ള കാരണം ഇൻകം ടാക്സ് ആക്ട് 1961 ഈ വിത്ത് എഫക്ട് ഫ്രം 1/4/2026 മുതൽ അത് ചേഞ്ച് ആയി കഴിഞ്ഞു. പക്ഷേ മറ്റ് പ്രൊസീജിയേഴ്സ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല. സെക്ഷൻസും അതിന്റെ സെക്ഷൻ കോഡും ആണ് ചേഞ്ച് ആയത്. അപ്പോൾ അത് ഒരു നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അതിന്റെ പേരും നമ്പറും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ മോറോവർ അവർ റിട്ടേൺ ഫയലിംഗ് ഡേറ്റ് ഈസ് വെരി കമ്മിങ് ക്ലോസ് ടു അസ് ബിക്കോസ് ദിസ് വിത്തൗട്ട് ഓഡിറ്റിംഗ് ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 31 ജൂലൈ ആണ്. അപ്പൊ നമ്മളതായ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൃത്യതയോടുകൂടി വളരെ വ്യക്തതയോടും കൂടി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ടൈമിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആവാം. അത് 31 കൊണ്ടുപോകാതെ തന്നെ ഫയൽ ചെയ്യണം. അപ്പൊ അതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ നമ്മളിപ്പോ പങ്കെടുക്കുന്നവർ, മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർ മോസ്റ്റ് ഡോക്ടേഴ്സ് ആർ DDOs ആണ്. അപ്പോൾ ഒരു DDO ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ടാക്സ് കളക്ഷന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ ഒരു ഓഫീസ് സ്റ്റാഫ് ആയിരിക്കും ഇത് ചെയ്യും. കാരണം ഡോക്ടർമാർക്ക് ഇതിനൊക്കെ സമയം കണ്ടെത്താൻ പ്രയാസമായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പേഷ്യന്റിനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ വെറും സൈനിങ് മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാക്കി അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കും. ചിലപ്പോൾ ചില PHCയിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ സ്റ്റാഫ് പോലും ഇല്ലാതെ ചില ഡോക്ടർമാർ തന്നെ സ്വന്തമായി ചെയ്തതായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ അത് ഒരു ഏജൻസിക്ക് കൊടുത്തിട്ട് ഏജൻസി ചെയ്തു എന്നുള്ള ഒരു ധാരണ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള വിഷമം എന്ന് വെച്ചാൽ അത് ഫയൽ ചെയ്യാതെ കിടക്കുകയും അത് പിന്നീട് ക്രെഡിറ്റ് കിട്ടാത്ത അവസ്ഥ വന്ന സമയത്ത് പിന്നീട് ഫയൽ ചെയ്യുമ്പോൾ ലേറ്റ് ഫയലിംഗ് ഫീയും ലേറ്റ് പേയ്മെന്റ് ഇൻട്രസ്റ്റ് ഒക്കെ വന്നതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ഈ ലാസ്റ്റ് 1 ഇയർ TDS അതുപോലെ തന്നെ ഞാൻ 2018 മുതൽ 20 വരെയും ഞാൻ TDSൽ ഇൻസ്പെക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ ആ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് കവർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ദിസ് കൺസെപ്റ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2004 ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പേ ആസ് യു ഏൺ. Onus of compliance of payer who makes the expenditure instead of actual taxpayer, that is assessed under the Income Tax Act 1961. അപ്പോൾ ഞാൻ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഫോം ഓഫ് അഡ്വാൻസ് ടാക്സ്. അതുപോലെ തന്നെ മെക്കാനിസം പുട്സ് ദി ഓണസ് ഓഫ് ദ കംപ്ലയൻസസ് ഓൺ ദ പെയർ ഓഫ് ദി ട്രാൻസാക്ഷൻ. TDS കവേഴ്സ് മേജർ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ. ഗവൺമെന്റ് ഓരോ ബഡ്ജറ്റിലും ഓരോ മേഖലയും TDSലേക്ക് കൊണ്ടുവരുമ്പം അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ
എല്ലാവരെയും ഈ ടാക്സ് നെറ്റിലേക്ക് കൊണ്ടുവരാൻ, അതിൽ നിന്ന് ഒഴിവാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദോസ് ഹു ആർ മേക്കിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അപ്പോ അത് പേ യു ആസ് യു ഏൺ, അക്രൂവൽ ഇൻകം, എൻഷുവർ റെഗുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇത് ഗവൺമെന്റിന് ഒരു റവന്യൂവിന്റെ ഭാഗമായിട്ടാണ്. കളക്ട് ടാക്സ് ഇൻ അഡ്വാൻസ് ആണ്. മിനിമൈസ് ഇൻസിഡൻസ് ഓഫ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഫോർ ദി റെസിപ്പിയൻ. ഇപ്പോൾ ടാക്സ് റിഡക്ഷൻ സോഴ്സ് ഫസ്റ്റ് വരുന്നത് നമുക്ക് ആദ്യമായിട്ട് വരുന്നത് സാലറീസ്, പിന്നെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ബൈ ബാങ്ക്സ്, കമ്മീഷൻ പേയ്മെന്റ്സ്, റെന്റ് പേയ്മെന്റ്സ്, കൺസൾട്ടേഷൻ ഫീസ്, പ്രൊഫഷണൽ പേയ്മെന്റ്, പിന്നെയുണ്ട്. ഞാനത് ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ടി ഡി എസ് വേഴ്സസ് ടി സി എസ്. എന്താണ് ടി ഡി എസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ടി സി എസ് എന്ന് പറഞ്ഞാൽ? അത് രണ്ടും ഒരു ടാക്സ് കളക്ഷൻ തന്നെയാണ്. മറ്റത് ഡിഡക്റ്റഡ് ബൈ പെയർ, മറ്റത് ഡിഡക്റ്റഡ് ബൈ സെല്ലർ. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് പേയ്മെന്റ് പോസിബിൾ ആണ് ടി ഡി എസ് ഉള്ളത്. ഡെപ്പോസിറ്റഡ് ബൈ ഡ്യൂ ഡേറ്റ് ആണ്, മറ്റതും ഡെപ്പോസിറ്റ് ബൈ ഡ്യൂ ഡേറ്റ് ആണ്. മറ്റത് സ്പെസിഫിക് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ പോസിബിൾ ടി സി എസിൽ. അത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ടി ഡി എസ് ആണ് വൈഡ് റേഞ്ച്. ടി ഡി എസ് ഓവർ റൈഡ്സ് ടി സി എസ് ഇഫ് ബയർ ഈസ് ലയബിൾ ടു ഡിഡക്ട് ടി ഡി എസ് ആണെങ്കിൽ ടി ഡി എസ് ആണ് മുൻപന്തിയിൽ നിൽക്കുക, ടി സി എസ് വേണ്ട. റേറ്റ് വേരീസ് ആസ് പെർ നേച്ചർ ഓഫ് ദ പേയ്മെന്റ്. റേറ്റ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൊഡക്റ്റ്. ഇതാണ് ടി സി എസും ടി ഡി എസും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പോൾ ടി സി എസ് വേഴ്സസ് ടി സി എസിൽ വെൻ ഇറ്റ് അപ്ലൈസ് എന്നുള്ള ഒരു കാര്യം നോക്കുമ്പോൾ, ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് മീൻസ് ടാക്സ് ഈസ് ഡിഡക്റ്റഡ് വൈൽ മേക്കിംഗ് ദ പേയ്മെന്റ്. ടി സി എസ് വൈൽ means tax is collected at the time of receiving payment for certain goods or services. It is deducted by the payer before releasing the money to the payee. Common examples: salary, professional, rent, interest. മറ്റൊക്കെ ആകുമ്പോൾ കോമൺ എക്സാമ്പിൾ സെയിൽ ഓഫ് സ്ക്രാപ്പ്, ലിക്കർ, മിനറൽസ്, സെയിൽ ഓഫ് മോട്ടോർ വെഹിക്കിൾ. എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളൊരു കാർ വാങ്ങിക്കുമ്പോൾ മോർ ദാൻ 10 lakhിൽ വരുന്ന സമയത്ത് ടി സി എസ് 1% കട്ട് ചെയ്ത്. എന്തിനാന്ന് വെച്ചാൽ അവരുടെ ഒരു സോഴ്സും കൂടി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് 1% പഠിക്കുന്നത്. നമ്മൾ സാലറീഡ് പേഴ്സൺസ് വൈൽ ഫയലിംഗ് നമ്മുടെ ഈ ടി സി എസിന്റെ ക്രെഡിറ്റും കൂടി നമുക്കെടുത്ത് ടാക്സ് ബെനിഫിറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് കഴിച്ചു ബാക്കി ഉണ്ടെങ്കിൽ പേ ചെയ്യുക, ഇല്ലെങ്കിൽ അത് എക്സസ് ആണെങ്കിൽ നമുക്ക് അതും റീഫണ്ട് ആ 1% മേടിക്കുന്നത് കളക്ട് ചെയ്യുന്നത് നമുക്ക് റീഫണ്ട് ആയിട്ട് മേടിക്കും. ഇപ്പൊ അതുപോലെ തന്നെ പുതിയൊരു സെക്ഷനാണ് 2 years മുമ്പേ വന്നത്, ഓവർസീസ് റെമിറ്റൻസ് ഫോറിൻ ട്രാവൽ പാക്കേജ്. അപ്പൊ അവിടെയും നമ്മളെ 1% ടി സി എസ് 1% അല്ല 5% ഉണ്ട്. ഇപ്പം ടി സി എസ് അണ്ടർ സ്പെസിഫിക് പ്രൊവിഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ പേയിങ് റെന്റ് എബവ് ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്, യു നീഡ് ടു ഡിഡക്ട് ടി ഡി എസ് ബിഫോർ പേയിങ് ലാൻഡ് ലോഡ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ബൈ എ കാർ വർത്ത് 12 lakhs, ഞാൻ നേരത്തെ പറഞ്ഞാൽ ദ ഡീലർ വിൽ കളക്ട് ടി സി എസ് ഫ്രം യു ഇൻ അഡീഷൻ ടു ദി പ്രൈസ്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വന്നത്. അപ്പോൾ നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ വളരെ സ്പീഡായിട്ട് പോകുന്ന കാര്യം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിൽ കൂടി കുറച്ചും കൂടി ഒരു അതിന് വൈഡായ ആംഗിളിൽ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ്, അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ്, വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പോൾ ആദ്യം ഏതാണോ വരുന്നത്, ക്രെഡിറ്റ് ആണോ അല്ലെങ്കിൽ പേയ്മെന്റ് ആണോ, അതാണ് ടി ഡി എസിന്റെ ടൈം ഓഫ് ക്രെഡിറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതിന്റെ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഓൺ സാലറി ടാക്സ് ഈസ് ഡിഡക്റ്റഡ് ഓൺ ദ എമൗണ്ട് പേയബിൾ അറ്റ് ദ ആവറേജ് റേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വി ഹാവ് ടു ഗിവ് അവർ എസ്റ്റിമേഷൻ കൊടുത്തതിന്റെ ബേസിൽ ഫോർ പേയ്മെന്റ്സ് അതർ ദാൻ സാലറി ടാക്സ് ഈസ് ഡിഡക്റ്റഡ് ദ റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ട്. ടാക്സ് റേറ്റഡ് ആർ എൻഹാൻസ്ഡ് ബൈ സർചാർജ് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വെയർ എവർ ആപ്ലിക്കബിൾ. അത് പറയാം, അത് സർചാർജിലേക്ക് എത്തുമ്പോൾ. ഇവിടെയാണ് നമ്മൾക്ക് ആദ്യമായിട്ട് ഒരു സാലറിയുടെ സെക്ഷൻ വരുന്നത്. മുന്നേ 192 ആണ്. ഇപ്പോഴത്തെ ഇൻകം ടാക്സ് ആക്ട് 25 സെക്ഷൻ 392. ഇത് ചിലപ്പോൾ ഇതെല്ലാം ഓർത്ത് നിങ്ങൾക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇന്ന് വിരൽത്തുമ്പിൽ ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് റീപ്ലേസിംഗ് ഓഫ് 192 അടിച്ച 392 ആണ്. നമ്മൾ ചെല്ലാനൊക്കെ അടക്കുമ്പോൾ ഇനി ഈ 392 ഇൻകം ടാക്സ് ആക്ട് ഇപ്പം ഇനി ഈ നമ്മുടെ സെർവറിൽ ഇൻകം ടാക്സിന്റെ സൈറ്റ് കയറുമ്പോൾ ഇപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ യു വാണ്ട് ടു മേക്ക് ദ പേയ്മെന്റ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961 ഓർ ഇൻകം ടാക്സ് ആക്ട് 2025 ബിക്കോസ് TDS to be deducted at time of payment, not accrual, based on tax year estimated annual income. മുൻ വർഷങ്ങളിലൊക്കെ ലാസ്റ്റ് ഇയർ ടിൽ 31 March 2026 അസസ്മെന്റ് ഇയർ എന്നാ പറയാ. ദിസ് ഇയർ ഓൺവേർഡ്സ് ടാക്സ് ഇയർ. അതാണ് ഒരു വ്യത്യാസം. അതുപോലെ തന്നെ സെക്ഷനിലും വ്യത്യാസം വന്നു. അപ്ലൈസ് സാലറി, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഒരു DDO. ഒബ്റ്റെയിൻ ടാൻ, deduct tax properly from various payments as per Chapter 17 of the IT Act, deposit tax within the due date, file quarterly TDS return, issue TDS certificate, Form 16, 16A. ഇനി this year onwards അടുത്ത ആഫ്റ്റർ March 27 നമ്മൾക്ക് ഫോം
168 ആണ് ഈ ഫോം 16 പകരം. അത് നമുക്ക് അടുത്ത നെക്സ്റ്റ് PPT പറയാം. വിച്ച് ഫോംസ് ആർ പ്രിസ്ക്രൈബ്ഡ് ഫോർ ടാൻ ആപ്ലിക്കേഷൻ? ഇനിയിപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ 49A ആയിരുന്നു പാൻ ആപ്ലിക്കേഷൻ, ടാനിൽ 49B ആയിരുന്നു. നൗ ടാൻ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ബൈഫർക്കേറ്റഡ് ഇൻ ടു 2E ഫോംസ്. നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ ഈ അവയർനെസ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉള്ളവരെല്ലാവരും എല്ലാവരും DDO ആയിരിക്കണം എന്നില്ല, എങ്കിൽ DDOമാരെല്ലാവരും തന്നെ അവരുടെ DDOന് ഒരു ടാൻ ഉണ്ട്. പക്ഷെ ഇനി ഒരു പുതുതായിട്ട് ഒരു അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ 2 കാറ്റഗറി ആയിട്ടാണ് ടാൻ ആപ്ലിക്കേഷൻ വരുന്നത്. ഫോം നമ്പർ 134 അപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെന്റ് ഓഫ് ടാക്സ് റിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഫോർ ഗവൺമെന്റ് കാറ്റഗറി. ഫോം നമ്പർ 135 അപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെന്റ് ഓഫ് ടാക്സ് റിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഫോർ നോൺ ഗവൺമെന്റ് കാറ്റഗറി, ഇൻഡിവിജ്വൽ ആൻഡ് അതർ ദാൻ ഇൻഡിവിജ്വൽ എൻറ്റൈറ്റി. നമ്മുടെ ടാൻ നമ്പർ, ഹൗ ഡസ് ദ ടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? CHN എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ കൊച്ചിൻ മുതൽ കാസർഗോഡ് വരെയുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത് CHN. ഈ BLR എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ. ഞാനത് മോഡൽ മാത്രമാണ് അതിൽ വെച്ചത്. 4ാമത്തെ അക്ഷരം സ്റ്റാൻഡ്സ് ഫോർ നമ്മുടെ സ്ഥാപനത്തിന്റെ DDOന്റെ എന്താണോ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തത്. ഓഫീസ് ഓഫ് ദി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ O വരും, അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോൾ P വരും. അങ്ങനെയാണ് ആ ഓഫീസിന്റെ ഡെസിഗ്നേഷന്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ ആ ഓഫീസിന്റെ പേര് എങ്ങനെയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിന്റെ 4ാമത്തെ അക്ഷരം വരും. പിന്നെ അത് ബാക്കിയുള്ള സീക്വൻസ് വരുന്നത്. ഇതാണ് 10 അക്കമുള്ള നമ്പറാണ് ഒരു ടാൻ നമ്പർ ആയിട്ട് വരിക. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഇൻകം അണ്ടർ എനി അതർ ഹെഡ്. നമ്മൾ എംപ്ലോയർക്ക് പിന്നെ അത് ഓപ്ഷണലാണ്. എംപ്ലോയി ക്യാൻ ഫർണിഷ് അഡീഷണൽ ഡീറ്റെയിൽസ്. അതായത് DDO എംപ്ലോയർ ആക്സെപ്റ്റ് സച്ച് ഇൻഫർമേഷൻ ഫോർ TDS പർപ്പസ്. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ വേറെ മറ്റു വരുമാനം ഉണ്ടെങ്കിൽ അത് TDS മതിയാവാതെ പോകുമ്പോൾ ഈ നമ്മൾ ജോലി ചെയ്യുന്ന എംപ്ലോയറുടെ പറയാം, എൻ്റെ TDS 10,000 ഡിഡക്ട് ചെയ്താൽ പോരാ, അതൊരു 15,000 ആക്കണം, അല്ലെങ്കിൽ 20,000 ആക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സെക്ഷൻ 392(4A) ഓഫ് IT Act 2025 enables the employee to furnish particulars of income under any head other than salary received by him for the same financial year and any tax deducted at source thereon. Income from house property, capital gain, income from other sources. ഇതൊക്കെയാണ് മറ്റ് വരുമാന മാർഗങ്ങൾ. ചിലപ്പോൾ ഈ പ്രസന്റ് എംപ്ലോയർക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഓപ്ഷണലാണ്. അതുപോലെ തന്നെ വേറൊരു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ അടുത്ത ഒരു 4-5 ഇയേഴ്സിൽ HRA വയ പേരൻസ് ന്യൂ റൂൾസ് ടൈറ്റൻ സ്ക്രൂട്ടിനി ഫ്രം 1st April. ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഇല്ലാത്തൊരു ക്ലെയിം, ബോഗസ് ക്ലെയിം എടുത്തു വെച്ചാൽ വലിയ പെനാൽറ്റിയാണ് ഇപ്പൊ വരാൻ പോകുന്നത്. വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഓൾഡ് സ്കീമിലേ ഉള്ളൂ HRA എക്സംഷൻ. പക്ഷേ നമ്മൾക്ക് അറിയാലോ, റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് നമുക്ക് ഡിഫോൾട്ടായിട്ട് സാലറീഡ് എംപ്ലോയീസിന് ഡിഫോൾട്ടായിട്ട് വരുന്നത് ന്യൂ റിജിമാണ്. അപ്പോൾ അതിൽ ആ ന്യൂ റിജിമിൽ പിന്നെ ഈ ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല. പക്ഷേ ഓൾഡ് റിജിമിലേക്ക് സെലക്ട് ചെയ്തിട്ട് ഡിഡക്ഷൻസ് എല്ലാം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മളോട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് വിത്ത് ലാൻഡ് ലോഡ് മസ്റ്റ് ബി ഡിസ്ക്ലോസ് ഇൻ ITR when claiming HRA from next financial year. അപ്പോൾ അതെന്തുകൊണ്ടാണ് കർബ് ഫേക്ക് HRA ക്ലെയിംസ് വിത്തിൻ ഫാമിലി സോൺ ആസ് പെയ്ഡ് ടു പേരൻസ്, സിബ്ലിംഗ്സ് എക്സെട്ര ഫോർ ടാക്സ് ബെനിഫിറ്റ്. അതിന്റെ ഇമ്പാക്ട് എന്താണ്? മോർ സ്ക്രൂട്ടിനി ഓഫ് HRA ക്ലെയിംസ്, ഈസിയർ ഡിറ്റക്ഷൻ ഓഫ് ബോഗസ് കേസസ് ഇൻവോൾവിംഗ് റിലേറ്റീവ്സ്. HRA വൈ പേരൻസിന് എന്താ ന്യൂ റൂൾസ്? കംപ്ലൈ ടു ബി സേഫ് ഫ്രം നോട്ടീസസ്. Document relationship, declare relationship with the landlord in ITR when claiming HRA from next financial year. Prefer digital payments, pay rent via bank transfer or UPI or clear trial. Keep documentation ready. Parents, relatives must declare rental income in their ITR. For rent 50,000 month ആണ് ഇപ്പം ഡിഡക്ട് 2% TDS ആൻഡ് ഡെപ്പോസിറ്റ് വിത്ത്. അപ്പോൾ ഇങ്ങനെ ഫേക്ക് ക്ലെയിംസ് വന്നാൽ സ്റ്റീപ്പ് പെനാൽറ്റീസ് ആണുള്ളത്. 300 ഓഫ് ടാക്സ് പേയബിൾ ആണ് വരുന്നത്. ക്ലെയിം HRA പേരൻസ് ഓൺലി ഇഫ് ഇറ്റ്സ് ഈസ് ജെന്യുവൻ ആൻഡ് പ്രോപ്പർലി ഡോക്യുമെന്റഡ്. ഇപ്പൊ 393 എന്ന് പറയുന്നതിൽ പിന്നെ നമ്മൾക്ക് കമ്മീഷൻ ഓർ ബ്രോക്കറേജ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ ഇറ്റ് ഈസ് എക്സീഡ്സ് ത്രെഷോൾഡ് ലിമിറ്റ് ഈസ് 20,000. ഇഫ് ഇറ്റ് എക്സീഡ്സ് 20,000 ഇൻ എ ഇയർ, TDS ടു ബി ഡിഡക്റ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 2%. അതുപോലെ തന്നെ റെന്റ് 50,000 മേലെ ഉണ്ടെങ്കിൽ മന്ത് പേഴ്സൺ അതർ ദാൻ സ്പെസിഫൈഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രം 2%. അല്ലാത്തവർക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി 2%. മറ്റ് കാര്യങ്ങൾക്ക് ഇനി ലാൻഡ് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് 10% ആണ് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടാക്സ് ടു ബി ഡിഡക്റ്റഡ് സോഴ്സ് സെക്ഷൻ 393. ഈ സെക്ഷനൊക്കെ
പുതിയതാണ്. പേയ്മെന്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് സർട്ടൈൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ അഗ്രികൾച്ചർ ലാൻഡ്. നിങ്ങൾക്ക് ചില ആൾക്കെങ്കിലും ഇത് ഫെമിലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് എക്സീഡ്സ് 50 lakh and more, TDS 1% ചെയ്യണം. എന്നാൽ മാത്രമേ SRO അത് സമ്മതിക്കുകയുള്ളൂ. ആ ആധാർ രജിസ്ട്രേഷൻ. എനി കൺസിഡറേഷൻ നോട്ട് ബീങ് കൺസിഡറേഷൻ ഇൻ കൈൻഡ് അണ്ടർ ദ എഗ്രിമെന്റ് റെഫേർഡ് ടു ബി 10% ത്രെഷോൾഡ് ലിമിറ്റ് നില്ലാണ് എനി പേഴ്സൺ ആണെങ്കിൽ. അതുപോലെ തന്നെ എനി സം ബീങ് ദ നേച്ചർ ഓഫ് കോമ്പൻസേഷൻ ഓർ ദി എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ വരുമ്പോഴൊക്കെ ചെയ്യേണ്ടത് 10% ആണ്. ത്രെഷോൾഡ് ലിമിറ്റ് 5 ലക്ഷം. അതായത് നമുക്ക് ലാൻഡ് അക്വിസിഷനൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ അത് 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ TDS വേണ്ട. ഇഫ് ഇറ്റ് എക്സിഡ്സ് 5 lakh 10% TDS വേണം. ഇപ്പൊ TDS പേയ്മെന്റ് ഡ്യൂ ഡേറ്റ്സ് പറയുന്നത് എന്താണ്? ഡ്യൂ ഡേറ്റ് ഫോർ ഡെപ്പോസിറ്റിംഗ് TDS ഇൻ 7th of next month. നമ്മൾ ഇവിടെ ഞാൻ കണ്ടുവരുന്നത് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ലാസ്റ്റ് ഡേയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ കിട്ടാതെയോ രാത്രി ലേറ്റ് ആയ സമയത്ത് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റാതെ നോക്കുമ്പോൾ അത് 8ാം തീയതി ആയി കഴിഞ്ഞാൽ 1 month ഇൻട്രസ്റ്റ് ഈസ് ടു ബി ചാർജ്ഡ് സിസ്റ്റം. അപ്പൊ ആക്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഫോർ ദ നോൺ ഗവൺമെന്റ് ഡെപ്റ്റീസ് 7th of the next month എന്ന് പറയുന്നത് എക്സെപ്റ്റ് ഫോർ മന്ത് ഓഫ് മാർച്ച് വേർ ദ ഡ്യൂ ഡേറ്റ് ഈസ് 30th April. അപ്പോൾ ദ ഡ്യൂ ഡേറ്റ്സ് ഫോർ ഡെപ്പോസിറ്റിംഗ് TDS ആസ് അണ്ടർ എങ്ങനെയാണ്? ഗവൺമെന്റ് ഡിഡക്റ്റേഴ്സ് ആവുമ്പോൾ അത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ സെയിം ഡേ, ഈ മാസം പിടിച്ചിട്ടാണെങ്കിൽ അടുത്ത മാസം 7ാം തീയതി റെമിറ്റ് ചെയ്യണം. ഇവിടെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ നമ്മൾ DDO ആയിരിക്കുമ്പോൾ TDS പേയ്മെന്റ് ആൻഡ് റിട്ടേൺ ഡ്യൂ ഡേറ്റ് ചാർട്ട് ഞാൻ പറഞ്ഞു എല്ലാ മാസവും 7th day ഓഫ് ദ ബിഫോർ ദാറ്റ് TDS പേയ്മെന്റ് ഡ്യൂ ഡേറ്റ് 7th ആണ്. മാർച്ചിൽ ഇത് മാത്രം 30th April വരെ സമയമുണ്ട്. പേയ്മെന്റ് ത്രൂ ചെല്ലാൻ ITNS 281. ഇതും കൂടി ഒരു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. TDS റിട്ടേൺ ഫയലിംഗിന്റെ ഡ്യൂ ഡേറ്റ് നമ്മൾ പറഞ്ഞു. നമുക്ക് April, May, June TDS അതാത് മാസം നമ്മൾ നെക്സ്റ്റ് 7th day അടച്ചു കഴിഞ്ഞാൽ എന്താണ്? ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾക്ക് പ്രശ്നമില്ല. നമ്മൾ ബില്ല് ഉണ്ടാക്കുമ്പോൾ തന്നെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ട്രഷറി അത് ട്രാൻസ്ഫർ ചെയ്തോളും. വയ 24G ഫയൽ ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ഫയൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അവിടുന്ന് ബിൻവ്യൂ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഫയൽ ചെയ്യേണ്ടത് DDO ആണ്. അപ്പോൾ DDO എന്ന നിലയിൽ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന 24Q ഫയൽ ചെയ്യേണ്ടത്. ഇനി മേലാൽ അത് ഫോം 138 ആണ്. 138, 140, 144 എന്താണ് ഞാൻ നെക്സ്റ്റ് ഇതിൽ PPT പറയുന്നുണ്ട്. ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ ആണ്. ഒക്ടോബർ ടു ഡിസംബർ 31st January ആണ്. ജനുവരി ടു മാർച്ച് 31st May ആണ്. ഇനി ഇമ്പോർട്ടന്റ് TDS ഫോംസ് ഇതാണ്. സാലറി TDS റിട്ടേൺ 24Qന് പകരം 138, നോൺ സാലറി TDS റിട്ടേൺ 24/6Qന് പകരം 140 ആയിട്ട് മാറിയിട്ടുണ്ട്. NRI പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 27Q ആണ് ഓൾഡ് ഫോം 144, TCS റിട്ടേൺ 27EQ 143, സാലറി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇനി ഫോം 16 പകരം 130 ആണ് ഇനി നെക്സ്റ്റ് നമുക്ക് ജൂണിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നോൺ സാലറി സർട്ടിഫിക്കറ്റ് ബാങ്ക് ഒക്കെ നമുക്ക് ഫോം 16 അതർ ദാൻ സാലറി TDS പിടിച്ചാൽ 16A ആയിരുന്നു അപ് ടു ദിസ് ജൂൺ വരെയുള്ളത്. കഴിഞ്ഞ അപ് ടു 31 മാർച്ച് വരെയുള്ളതിന് സർട്ടിഫിക്കറ്റ് തരുന്നത്. അതിപ്പം നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് 131. അപ്പോൾ 138 എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകും. അപ്പോൾ കുറച്ച് സ്പീഡായിട്ട് പോകാം. ഇതൊന്നും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഘടകമായിട്ട് തോന്നുന്നില്ല. പാൻ അതുപോലെ തന്നെ ഫോം 130 കൊടുക്കുമ്പോൾ TDS TCS കറക്ഷൻ ലിമിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇത് വളരെയധികം ഒരു കാര്യമാണ്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾക്ക് ഏത് വർഷത്തേതും 7-8 ആയാലും 8-9 ആയാലും TDS റിട്ടേൺ കറക്ഷൻ വി ക്യാൻ ഫയൽ. ബട്ട് 2024 അത് 6 years ആയിട്ട് റെഡ്യൂസ് ആയി. 2025 അത് 2 years ആയി. അപ്പോൾ 1/4/26 മുതൽ എന്തായി നമ്മൾ TDS റിട്ടേൺ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന് ഒരു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ TDS ഫയൽ ചെയ്താൽ മാത്രമേ മറ്റേ ഡിഡക്റ്റ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് ഫയൽ ചെയ്താലും ഇൻ ടൈമിൽ ഫയൽ ചെയ്താലും മാത്രമേ മറ്റേ തേർഡ് പാർട്ടിക്ക് ക്രെഡിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ TDS TCS കറക്ഷൻ ലിമിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ 2-year ഡെഡ്ലൈൻ നൗ അപ്ലിക്കബിൾ. വാട്ട് ഈസ് ന്യൂ? റിവിഷൻ കറക്ഷൻ ഓഫ് TDS TCS റിട്ടേൺസ് അലൗഡ് ഓൺലി വിതിൻ 2 years. Time counted from end of the relevant financial year. Example, financial year 23-24 last date for revise 31st March 2026 other than 24. ബാക്കി 24Q എന്ന് പറയുന്ന അത് മാത്രമുണ്ട് ഈ വർഷം ബിഫോർ 27 മുമ്പായിട്ട് ഫയൽ ചെയ്യാം. ആഫ്റ്റർ ദ ഡെഡ് ലൈൻ നോ കറക്ഷൻ ആക്സെപ്റ്റഡ് ഓൺ ട്രേസസ്
Incorrect PAN, challan mismatch becomes permanent. Possible refund issue for deductees. Key reminder, timely reconciliation, clean compliances. So why timely TDS correction matter? Important update for deductees. Reduced time limit for filing correction statement by deductors. So Section 397(3)(f) of Income Tax Act 2025 has reduced the time limit to correct it. If the deductor does not correct the mistake within the shorter window, the errors may remain permanently uncorrected. അതുകൊണ്ടെന്താ നമുക്ക് വരാൻ പോകുന്നത് വെച്ചാൽ പിന്നീടുള്ള ആ ഡിമാൻഡ് അന്ന് ആരാണോ ഇതിന്റെ DDO ആയിട്ടിരുന്നത് അദ്ദേഹം ഹെൽഡ് റെസ്പോൺസിബിൾ ആവും. അതുപോലെ തന്നെ എനിക്ക് ഇതിന്റെ ഇടയിലൊന്ന് പറയാനുള്ളത്, വെന്നെവർ നമ്മളൊരു DDO ഒരു ട്രാൻസ്ഫർ ആയിട്ടോ റിട്ടയർമെന്റ് ആയിട്ടോ പ്രൊമോഷൻ ആയിട്ടോ പോകുമ്പോൾ ഈ ട്രേസസിന്റെ സ്ക്രീൻഷോട്ട്, അതായത് ഡിഫോൾട്ട് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഫയലിൽ വെച്ച് കഴിഞ്ഞാൽ ഫയൽ ചെയ്യാനുള്ളതെല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഡിമാൻഡ് ഇല്ല എന്ന് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു ഡിമാൻഡിന്റെ റെസ്പോൺസിബിലിറ്റി ഷോൾഡർ പിന്നീട് വരില്ല. ഇപ്പോൾ TDS സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു ഫോം നമ്പർ 130, ഓൾഡ് ഫോം 16 ആണ്. ഫോർ സാലറി 131 16A. ഇത് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടതും കൂടി? ഫോം 16 ഇഷ്യൂഡ് ബൈ 31st June. എന്നാൽ മാത്രമേ 31st Julyക്ക് മുമ്പായിട്ട് ആ ഡിഡക്റ്റിക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നോൺ റെമിറ്റൻസ് ഓഫ് TDSന്റെ കോൺസിക്വൻസ് ഇതാണ്. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ട് ഒരു ഭീഷണിയല്ല. ഇൻ കേസ് ഓഫ് ഫെയിലിയർ ടു റെമിറ്റ് TDS കളക്റ്റഡ് റിഗറസ് ഇംപ്രിസൺമെന്റ് ഒക്കെയാണ് ആക്ട് പറയുന്നത്. ദർ വിൽ ബി charge on all assets of the deductor to the extent of the dues and interest will be levied. Non-remittance of taxes deducted shall create a charge on assets of the deductor to the extent of tax and interest. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, റവന്യൂ ആണ്, ഇത് കളക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ഫെയിലിയർ ടു അപ്ലൈ ടാൻ ആണെങ്കിൽ 10,000 പെനാൽറ്റി പറയുന്നുണ്ട്. ഫെയിലിയർ ടു TCS സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ടെങ്കിൽ പെർ ഡേ 100 rupees ആണ് ഫൈൻ പറയുന്നത്. ഷോർട്ട് പേയ്മെന്റ് ആൻഡ് ഷോർട്ട് ഡിഡക്ഷൻ എന്തുകൊണ്ട് വരുന്നു? നമ്മളിപ്പോൾ ഒരു ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, നമ്മളെ പ്രൊഫൈലിൽ TDSന്റെ ട്രേസസ് പ്രൊഫൈലിൽ you should ensure that your email ID, office email ID and your officer DDO's mobile number should give, because അതിൻ്റെ ഒരു മെയിൻ കാരണം ഏജൻസിന്റെ ഇമെയിൽ ഐഡിയും ഏജൻസിന്റെ മൊബൈൽ നമ്പറുമാണ് ഞാൻ ഇപ്പോൾ ഒരു 95% TDS ഡിഡക്ടേഴ്സിന്റെയും പ്രൊഫൈലിൽ കണ്ടുവരുന്നത്. ഗവൺമെന്റ് ഓഫീസിന്റെ ഒക്കെ കണ്ടുവരുന്നത് ഒരു ഏജൻസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഫയൽ ചെയ്തു എന്ന് മാത്രം കൊടുത്തു പോകുന്നവരല്ലാതെ 50% ആൾക്കാരും എന്ത് ചെയ്യുന്നത്, അത് ഉറപ്പുവരുത്തുന്നില്ല. അപ്പോൾ അത് ഫയൽ ചെയ്യാൻ അവരുടെ വർക്ക് ബർഡനോ അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന വ്യക്തിൻ്റെത് മാത്രം ഫയൽ ചെയ്ത് ഇത് ഡിലേ ആയി പിന്നെ നമ്മൾ എൻഡ് ഓഫ് ദ മന്തിൽ ഡ്യൂ ഡേറ്റിൽ കൊണ്ടുപോകാതെ അഡ്വാൻസ് ആയി കൊടുത്ത് അതൊന്ന് വിളിച്ച് റിമൈൻഡ് ചെയ്ത് ഉറപ്പുവരുത്തി അതിന്റെ ഫയൽ ചെയ്തതിന്റെ 27A ഒരു എക്നോളജ്മെന്റ് ഉണ്ട്, അത് ഫയൽ ചെയ്ത് നിങ്ങൾ ഫയലിൽ വെച്ചിട്ട്, അതുപോലെ തന്നെ ഇത് നമ്മൾ വെനെവർ ആഫ്റ്റർ ഫയലിംഗ് നമ്മുടെ TDS റിട്ടേൺ യു ഹാവ് ടു എൻഷുർ ദാറ്റ് ദ റിട്ടേൺ ഹാസ് ബീൻ പ്രോസസ്ഡ് വിത്തൗട്ട് ഡിഫോൾട്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം DDOനുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇല്ല എങ്കിൽ ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിമാൻഡ് വരികയും ആ ഡിമാൻഡിന്റെ പിന്നാലെ നമ്മൾ പല പ്രാവശ്യം കറക്ഷൻ ഫയൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഷോർട്ട് ഡിഡക്ഷൻ വരുന്നത് ഡ്യൂ ടു പാൻ എറേഴ്സ്. അതും ഇങ്ങനെ ഒരു എറർ വരാനുള്ള ഒരു കാരണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഈ എക്സൽ ഷീറ്റിൽ ഈ പറയുന്ന പാനൊക്കെ ഒരു പ്രാവശ്യം വ്യക്തമായി കൃത്യമായി ഒന്ന് അടിച്ച് ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പ്രാവശ്യം എറർ വരില്ല. അപ്പോൾ എറർ വരുമ്പോഴാണ് അത് ഇൻവാലിഡ് പാൻ ആവുകയും 20% ഷോർട്ട് ഡിഡക്ഷൻ വരികയും അതാണ് ഷോർട്ട് ഡിഡക്ഷൻ വരുന്നത്. ഡ്യൂ ടു റോങ് കോട്ടിംഗ് ഓഫ് ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ്. ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ആർക്കാ വരുന്നത്? ഒരു നിങ്ങളെ PHCയിലൊക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ കരാർ വ്യവസ്ഥയിൽ സ്റ്റാഫിന് പോസ്റ്റ് ചെയ്യുകയും അപ്പോൾ കരാറിൽ വേതനം അവർക്ക് നൽകുകയാണെങ്കിൽ പ്രൊഫഷണൽസ് അല്ലാതെ പ്രൊഫഷണൽസിന്റെ പേയ്മെന്റിൽ നിങ്ങൾ കരാറിലാണെങ്കിലും പ്രൊഫഷണൽ പേയ്മെന്റിൽ അദ്ദേഹത്തിന്റെ 10% ഡിഡക്ട് ചെയ്യണം. അല്ലാത്തവർക്ക് കോൺട്രാക്ട് ആവുമ്പോൾ വ്യക്തികളാവുമ്പോൾ 1% ഉള്ളൂ. അപ്പൊ ആ 1% അവർക്ക് കിട്ടിയാലും റീഫണ്ട് ആണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അവർക്ക് ഓൺലൈനിൽ ലോവർ ഡിഡക്ഷൻ അല്ലെങ്കിൽ നിൽ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ മുന്നേ ഫോം 13 ആയിരുന്നു, ഇപ്പൊ 128 ഫോമാണ്. ഓൺലൈനിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് കിട്ടും? ഒരു ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റോ ഒരു നിൽ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റോ TDS ഓഫീസർ നൽകും. അത് എംപ്ലോയർ, അതായത് ആ DDO
വെച്ചിട്ട് ഇവരത് പിടിക്കാതിരിക്കാനുള്ള ഇതാണ് കാരണം എന്ന് വെച്ചിട്ട് ആ നമ്പർ കൃത്യമായി കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഒരു ഡിൻ നമ്പറോട് കൂടിയ നമ്പർ ആയിരിക്കും. ആ നമ്പർ കോട്ട് ചെയ്തിട്ട് ഡേറ്റും കോട്ട് ചെയ്താൽ ഡിഡക്ഷൻ ഈ പറയുന്ന റോങ് കോട്ടിങ് വരാൻ സാധ്യതയില്ല. ഡ്യൂ ടു മിസ്റ്റേക്ക് ഇൻ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സും ഷോർട്ട് ഡിഡക്ഷൻ വരാം. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ TDS മന്ത്ലി ആവറേജ് ആയി ഡിഡക്ട് ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരാൻ സാധ്യത കുറവാണ്. എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസംബർ മാസം ആകുമ്പോഴാണ് നമ്മൾ ഒരു അലേർട്ടായി TDS പിടിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഡിസംബറിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മാസം കൊണ്ട് നമുക്ക് TDS മതിയാവാതെ പോവുകയും അത് ഷോർട്ടായി വരികയും, അപ്പോൾ അത് എംപ്ലോയർക്ക് ആണ് ഷോർട്ട് ഡിഡക്ഷൻ വരുന്നത്. എംപ്ലോയി ചിലപ്പോൾ വൈൽ ഫയലിംഗ് ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം അയാൾ പേ ചെയ്തിട്ട് പോകുമ്പോൾ, പക്ഷേ ഇവരുടെ DDOന്റെ ഷോർട്ട് ഡിഡക്ഷൻ അവിടെ കിടക്കുകയും അത് നാളെ ഒരു ലയബിലിറ്റി ആയി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഡ്യൂ ടു റോങ് കോട്ടിംഗ് ഓഫ് ഫോം 121, ഇനി നമ്മൾ 15G 15H ദിസ് ഇയർ ഓൺവേർഡ്സ് അതിന്റെ പേരാണ് 121. ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് ഷോർട്ട് ഡിഡക്ഷൻ വരുന്നത്. പിന്നെ ഷോർട്ട് TDS പേയ്മെന്റ് ഡിഫോൾട്ട്സ് ഡ്യൂ ടു ചെല്ലാൻ മിസ്മാച്ച്. നമ്മൾ ബിൻവ്യൂ ഡീറ്റെയിൽസിൽ നോക്കിയിട്ടാണ് നമ്മൾ ക്വാർട്ടർലി റിട്ടേണിന്റെ ചെല്ലാന്റെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യാം. അപ്പോൾ ട്രഷറി നമുക്ക് തരുന്ന, നമ്മൾ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ട്രഷറി വഴി നമുക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ബിൻവ്യൂ ഡീറ്റെയിൽസ് തരുമ്പോൾ അതിൽ ചെല്ലാന്റെ സീരിയൽ നമ്പറും ചെല്ലാന്റെ ഡേറ്റും അതേമാതിരി എമൗണ്ടും മിസ്മാച്ച് ഉണ്ടെങ്കിലും എന്ത് വരും, ഷോർട്ട് TDS വരും. ഇനി ഇൻ കേസ് ഓഫ് സാലറിന്റെ സ്ലാബ് റേറ്റ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നെക്സ്റ്റ് അതിലേക്ക് കടക്കാം. അതർ ദാൻ സാലറി പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ആണ്. വാട്ട് അബൌട്ട് സെസ് ആൻഡ് സർചാർജ്? ഇൻ കേസ് ഓഫ് സാലറി പേയ്മെന്റ്സ് TDS ഷുഡ് ബി മെയ്ഡ്. ടാക്സ്, സർചാർജ്, സെസ്, സർചാർജ് ഈഫ് അപ്ലിക്കബിൾ. ആർക്കാണ് സർചാർജ് വരുന്നത്? 50 ലാഖിൽ മേലെ വരുന്നവർക്കാണ് സാലറി പേയ്മെന്റ് 50 ലാഖിൽ മേലെ വരുന്നത് സർചാർജ് ഉണ്ട്. ഇല്ലാത്തവർക്ക് നമുക്ക് ടാക്സ് പ്ലസ് എഡ്യൂക്കേഷൻ സെസ് ഓൺലി. ഇൻ കേസ് ഓഫ് നോൺ സാലറി പേയ്മെന്റ്സ് ആണ് നോ സർചാർജ് ഓർ എഡ്യൂക്കേഷൻ ഫീസ് ഡിഡക്റ്റബിൾ, കളക്റ്റബിൾ വേണ്ട, TDSൽ വേണ്ട. ഞാൻ ഇത് ചെറിയൊരു കാര്യങ്ങൾ നിങ്ങളെ അറിയിലേക്ക് നമ്മൾ ഈ TDS അല്ലെങ്കിൽ ഇൻകം ടാക്സ് എപ്പോഴും വന്നു 1857 സർ ജെയിംസ് വിൽസൺ ഇൻ ഓർഡർ ടു introduced for the first World War, that 1860, in order to meet the losses of sustained by the government on account of the military mutiny of 1857. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള എത്ര കാരണം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലൊക്കെ എത്ര റേറ്റ് ആയിരുന്നു എന്നുള്ളത് ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ നമ്മുടെ ഓഫീസിൽ വന്നിട്ട് പറയും, ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഇത്രയും ടാക്സ് കൊടുക്കണം, എന്തിനാണ് കൊടുക്കുന്നത്, ഞാൻ പിന്നെ ടോൾ കൊടുക്കുന്നുണ്ട്, ഞാൻ GST കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഈവൻ ഓൺ മെനി റോഡ്സ് വൺ ഹാസ് ടു പെയർ ടോൾ ടാക്സ്. ദേ ആൾസോ സേ ദാറ്റ് if we compare with the countries like USA and UK, the people get social security as also medical facilities virtually without any cost. But India does not offer such facilities. ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് എന്താ പറയാനുള്ളത്? What government do from our tax? Government provide health care through government hospitals, education in municipal and government schools. The fees is negligible. The government is also provides cooking gas at a concessional rate or gives subsidy. The major expenditure of government is to incur national defense infrastructure. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗവൺമെന്റിലേക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഹെഡ്സ് ഓഫ് ഇൻകത്തിലേക്ക് കടക്കാം. നമുക്ക് TDS ഫയൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. TDS വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 4 ക്വാർട്ടറിലേക്ക് TDS ഫയൽ ചെയ്യണം. TDS ഫയൽ ചെയ്ത് കഴിഞ്ഞാലാണ് മാത്രമാണ് നമുക്ക് ഒരു ഇൻകം ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഹെഡ്സ് ആണ് വരിക? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, അതർ സോഴ്സ്. ഈ 5 ഹെഡ്സിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ഓൾഡ് റെജിമിൽ നമ്മൾ ഇപ്പൊ ഈ വർഷം ഫയൽ ചെയ്യാൻ പോകുന്നതിന്റെ ടാക്സ് റേറ്റ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടി 2.5 നെല്ല്, 2.5 to 5 lakh 5%, 5 lakhs to 10 lakh 20%, മോർ ദാൻ 10 lakh 30%. പക്ഷേ ന്യൂ റെജിമിലാണെങ്കിലോ 4 lakhൽ നെല്ല്, 4 to 8 5, 8 to 12 10, 12 to 16 15, 16 to 20 20, 20 to 24 25, and above 24 lakhs 30%. അപ്പോൾ ഇൻകം സ്ലാബ് ഇൻഡിവിജ്വൽ ഹു ആർ ബിലോ അത് ഓൾഡ് റെജിമിലാണ് ഈ പറയുന്ന 2, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 ഓൾഡ് റെജിമിൽ. ഇൻകം ടാക്സ് റേറ്റ് അണ്ടർ ന്യൂ റെജിം ഫോർ ദ ടാക്സ് ഇയർ എത്രയാണ് വരുന്നത്? 3 ലക്ഷം രൂപയാണ്. ഒരു അബവ് 24 വരുമ്പോൾ 3 ലക്ഷം പ്ലസ് 30% ഓഫ് ദി ടാക്സ്. Point to be noted, with the revised tax structure, individual earning 12 lakh will have no tax liability due to the increased rebate of 60,000. For salaried individual, tax liability will be 0
for income up to 12.75 due to the 75 standard deduction. The rebate is not available for cap income, that is tax rate, special rate, capital gain. അപ്പോൾ എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ് നോട്ട് ക്ലെയിമബിൾ അണ്ടർ ന്യൂ ടാക്സ് റീജിയം. ന്യൂ ടാക്സ് റീജിയമിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ കിട്ടുള്ളൂ. എന്താണ്? പ്രൊഫഷണൽ ടാക്സ് കുറക്കാൻ പറ്റില്ല, എന്റർടൈൻമെന്റ് അലവൻസ്, ലീവ് ട്രാവൽ, അതർ സ്പെഷ്യൽ അലവൻസ്, ഇതൊന്നും ന്യൂ റീജിയമിൽ ഡിഡക്ഷൻ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, വട്ടവർ എന്തായാലും. അപ്പോൾ ഇൻകം ഫ്രം, അതുപോലെ തന്നെ നമുക്ക് സാലറിന്റെ ഇൻകം വന്നു, അതുപോലെ നമുക്കൊരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഒരു കൊമേഴ്സ്യൽ കോംപ്ലക്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു മോഡൽ മാത്രം ഞാൻ സാറിന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമുക്കൊരു വാടക കിട്ടുന്നുണ്ട്, ഒരു ഷോപ്പിന്റെ 5000 വെച്ച് കിട്ടുവാണെങ്കിൽ 60,000, അതിൽ മുനിസിപ്പൽ ടാക്സ് അടിച്ച് നെറ്റ് ആനുവൽ വാല്യൂ 55 അതിൽ ഗവൺമെന്റിന്റെ ഡിഡക്ഷൻ എത്ര നമുക്ക് അതിൽ കിട്ടും? 30% ഓർ 20 ഡിഡക്ഷൻ വിച്ച് എവർ ഈസ് ലോവർ ആണെങ്കിൽ ലോവർ. ആ കേസിൽ 16,500 കിട്ടും. ഇനി ഫോർ ദാറ്റ് കൺസ്ട്രക്ഷൻ നമ്മൾ ലോൺ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റും നമുക്ക് അതിൽ നിന്ന് ലെസ് ചെയ്യാം. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഇൻകം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ആ മെത്തേഡിൽ എടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ആനുവൽ വാല്യൂ ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഹോം ലോൺ ആണെങ്കിൽ അതിന്റെ അപ് ടു കൊടുക്കാം. ലോൺ പ്രിൻസിപ്പൽ പേയ്മെന്റ് ഡിഡക്ഷൻ ഓൺ ഫസ്റ്റ് ടൈം ഹോം ബയർ. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സസ്. നമുക്ക് അതർ സോഴ്സസിൽ നമ്മൾ സാധാരണ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് AES-ലേക്ക് പോകണമെന്നൊക്കെ ഞാനത് പറഞ്ഞുതരാം. ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, ഇൻകം ഫ്രം വിന്നിംഗ് ഫ്രം ലോട്ടറി, ഇൻകം ഫ്രം ആക്ടിവിറ്റി ഓണിംഗ്, റേസോഴ്സ്, ഗിഫ്റ്റ് ഫ്രം അതർ ദാൻ ഫാമിലി മെമ്പേഴ്സ്, പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി ഫോർ അണ്ടർ വാല്യൂ കൺസിഡറേഷൻ. എക്സംപ്റ്റ് ഇൻകം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് PPF-ഉം EPF-ഉം ആണെങ്കിൽ എമൗണ്ട് യു വിഡ്രോ ആഫ്റ്റർ മെച്യൂരിറ്റി ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആൻഡ് മസ്റ്റ് ബി ഡിക്ലെയർഡ് ആസ് എക്സംപ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഫാമിലി പെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ 1/3 അല്ലെങ്കിൽ 25,000 വിച്ച് എവർ ഈസ് ഏർലിയർ. വിന്നിംഗ് ഫ്രം ലോട്ടറി ആണെങ്കിൽ 30%, 9% TDS വരും. Procedural aspects for filing return: obtain PAN, obtain TDS certificate 130, include income from all sources, compute taxable tax thereon, file return of income. ഏതൊക്കെയാണ് ഇനി നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ITR 1 ആണ്, സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻകം. ഫയൽ റിട്ടേൺ ഓഫ് ഇൻകം ITR 2 എന്തിനാണ്? സാലറി, ഇൻകം ഫ്രം മോർ ദാൻ 1 ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻകം. ഡ്യൂ ഡേറ്റ്സ് 31st ജൂലൈ ആണ് നമ്മുടെ ഓഡിറ്റബിൾ അല്ലാത്ത ITR 1ഉം 2ഉം ഫയൽ ചെയ്യേണ്ടത്. ITR 3 and 4 ഫയൽ ചെയ്യുന്നത് നമുക്ക് അപ് ടു 31st ഓഗസ്റ്റ് വരെയുണ്ട്. വർക്കിംഗ് പാർട്ട്ണർ ഓഫ് എ ഫേം ആണെങ്കിൽ 31st ഒക്ടോബർ, ഓഡിറ്റ് കേസ് 31st ഒക്ടോബർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ ഇപ്പൊ അടുത്ത ഒരു 4 years ആയിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? വൈൽ ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ലേറ്റ് ഫയലിംഗ് ഫീ ഡീറ്റെയിൽസ് എന്ത് വരും? 31st ജൂലൈ ആണെങ്കിൽ 0, ബിറ്റ്വീൻ 1st ഓഗസ്റ്റ് 2026 ടു 31st ഡിസംബർ 2026 എന്താണ്? 1000 അല്ലെങ്കിൽ 5000 വരും ഡ്യൂ ഡേറ്റ് കഴിയുമ്പോൾ. അപ്പോൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് 1% വരും. ഡിമാൻഡ് വന്നാൽ ഡിലേ റീഫണ്ട് ഇഫ് ദർ ഈസ് എനി എക്സസ് ടാക്സ് പെയ്ഡ്. ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് 0.5% ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. കോൺസിക്വൻസ് ഓഫ് നോട്ട് ഫയലിംഗ് ഓഫ് റിട്ടേൺസ്: ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് 1% per month. Further, the income tax officer may impose penalty 50% of your tax due. Apart from penalty levied, IT department, there are other consequences that a taxpayer may face for late filing of return. If the tax you owe to the income tax department is higher, the prosecution period may extend to 7 years. ഇതൊക്കെ അതൊരു പ്രൊസീജിയർ ആണ്, ആക്ട് ആണ്. ബെനിഫിറ്റ്സ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർവ് ആസ് എ പ്രൂഫ് ഓഫ് ഇൻകം ഫോർ സെൽഫ് എംപ്ലോയിഡ്, 1 carry forward capital loss, faster visa processing, proof of accumulated earning over the years, ease of getting loan, buying a high life cover, helpful for those with very small earnings, claiming tax refund. ഇനി ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം, നമ്മൾ എപ്പോഴും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് 26 AS-ഉം ഈ AES-ഉം ഒന്ന് വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. സാലറി ഉണ്ട്, റെന്റ് റിസീറ്റ്സ് ഉണ്ട്, ക്യാഷ് ഡെപ്പോസിറ്റ് ആൻഡ് ക്യാഷ് വിഡ്രോവലിന്റെ ഡീറ്റെയിൽസ് വരും, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടിന്റെ കാര്യങ്ങൾ, വെഹിക്കിളിന്റെ കാര്യങ്ങൾ വരും, ഫോറിൻ ട്രാവൽ ഇത് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ AES-ൽ വരുന്നുണ്ട്, ഷെയർ ട്രാൻസാക്ഷൻ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ റിട്ടേൺ മിസ്മാച്ച് ആവുകയും ഫർദർ നോട്ടീസ് വരികയും ചെയ്യും. വൈ എംഫസൈസ് ഓൺ TDS? Concept of pay as you earn, prevent tax evasion by collecting the tax at source, tax collected prior to receiving income, improved cash flow for the government, widening and deepening of tax base, sharing of tax collection responsibility. So what should I do? Tax വന്നു കഴിഞ്ഞാൽ please ensure that
വാലിഡ് ഇമെയിൽ. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെയും പറഞ്ഞു, നമ്മൾ ഇൻഡിവിജ്വൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും നമ്മുടെ മൊബൈൽ നമ്പറും കൊടുക്കണം. ബിക്കോസ് യു ക്യാൻ ചെക്ക് ദ ഇമെയിൽസ് ആൻഡ് ഗെറ്റ് നെസറി അലേർട്ട് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ. Consult your authorized representative as to which email ID has provided in the return of income, and more importantly, learn to check your email periodically. Other general precautions may be observed. General points to follow: don't give your employee's email ID, as there is every chance that he quits the job and may not inform you about the alerts. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസിന് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നെക്സ്റ്റ് പേഴ്സൺ ആൾസോ can verify the same. Correspondence received from the department through email and write back promptly. അത് ഒരു വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻകം ടാക്സ് നോട്ടീസ് ബൈ പോസ്റ്റ് ഇപ്പോൾ അപൂർവമായിട്ടേ വരുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഫയൽ ചെയ്യുന്ന TDS റിട്ടേൺ വിത്തിൻ 1 or 2 days, അത് 24 or 48 or 72 hours അത് പ്രോസസ് ചെയ്തുകൊണ്ട്, അത് പ്രോസസ്ഡ് വിത്ത് ഡിഫോൾട്ട്, അതുപോലെ തന്നെ വിത്തൗട്ട് ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ മെസ്സേജ് ഉറപ്പുവരുത്തണം. അറ്റ് ദ സെയിം ടൈം ചെക്ക് ദ വെറാസിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ സോട്ട് ഫോർ ദ ഇമെയിൽ ആൻഡ് റെസ്പോണ്ട് ജുഡീഷ്യസ്ലി. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അത് നോൺ റെസ്പോൺസ് ആയി തീരുകയും ഡിപ്പാർട്ട്മെന്റ് കോൺസിക്വൻസ് ആയിട്ട് എടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇനി നമ്മൾ TDSന്റെ കാര്യം പറഞ്ഞു. ഇനി പ്രീ റിക്വസിറ്റ് എന്താ പറയുന്നത്, സ്റ്റെപ്പ് ബൈ AN. അപ്പോൾ AN എന്ന് പറയുന്നത് നിങ്ങളെ ഒരു ട്രഷറി ആയിരിക്കും AN. അപ്പോൾ ഒരു AN ഉണ്ടാവുമ്പോൾ ഒരു ടാക്സ് ഡിഡക്ഷൻ നമ്പർ, അങ്ങനെയാണ്, അത് വെച്ചിട്ടാണ് ഒരു DDOനെ തരുന്നത്. അപ്പോൾ TAN ഓഫ് ദി DDOs ആർ മാപ്ഡ് വിത്ത് AN ഓഫ് ദ റെസ്പെക്റ്റീവ്. അപ്പോൾ ഡിഡക്ഷൻ ബൈ DDO എന്ന് പറയുന്നത് DDO ഡിഡക്ട് ടാക്സ് പ്രിപ്പയർ ബില്ല് വിച്ച് ഈസ് സെൻഡ് ടു PAO. നമ്മളിപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ള ഡോക്ടർമാരൊക്കെ DDOമാരാണെങ്കിൽ, ഗവൺമെന്റ് DDOമാരാണെങ്കിൽ അവർക്ക് ബുക്ക് എൻട്രി വഴിയായിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഡെപ്പോസിറ്റിംഗ് ക്യാഷ്, ദ PAO മേക്സ് ദ ബുക്ക് എൻട്രി ട്രാൻസ്ഫർ വൗച്ചർ ടു ട്രാൻസ്ഫർ ദ TDS amount ടു ദ സെൻട്രൽ ഗവൺമെന്റ് അക്കൗണ്ട്. അപ്പോൾ ഫയലിംഗ് ഫോം 137, ഓൾഡ് ഫോം 24G ആണ് ട്രഷറി ഫയൽ ചെയ്യുക. ഇപ്പോൾ അതിന് 137 എന്നാ പറയുക. ദിസ് ഫോം മസ്റ്റ് ബി ഫയൽഡ് വിതിൻ 15 days ട്രഷറി ചെയ്യണം. ജനറേഷൻ ഓഫ് ബിൻ ആണ്. അപ്പോൾ successful submission of 137, a book adjustment identification bin is generated for each DDO record. അപ്പോൾ ക്വാർട്ടർലി TDS സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം വെരിഫൈ ചെയ്ത് അതൊന്ന് സേവ് ചെയ്ത് വെക്കണം. വൈ എംഫസൈസ് ഓൺ TDS നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ടാക്സ് സ്ട്രക്ചറിൽ നേരത്തെ പറഞ്ഞു 1275 വരുന്നില്ല എന്ന്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇൻകം ടാക്സ് കാൽക്കുലേഷൻ സാലറീഡ് എംപ്ലോയീസിൽ എല്ലാ അലവൻസും ടാക്സബിൾ ആണ്. പിന്നീട് വരുന്ന ഒരു കാൽക്കുലേഷന്റെ സ്ഥിതി പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെയാണ് ചിലപ്പോൾ ചില ആൾക്ക് ഒരു സംശയം വരിക. എൻ്റെത് 1275. ഫോർ എക്സാമ്പിൾ, ഇഫ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 12,10,000 ആഫ്റ്റർ അലവിങ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണെങ്കിൽ, അദ്ദേഹം ഒരു ചെറിയൊരു കടന്നു വരുമ്പോഴത്തേക്ക് 12 ലക്ഷം വരെ വേണ്ടാത്തവർക്ക് 12,10,000 ആകുമ്പോൾ അയാൾക്കൊരു ബേർഡൻ ആവാതിരിക്കാൻ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് മാർജിൻ റിലീഫ്. എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ എമൗണ്ട് ആസ് പെർ സ്ലാബ് റേറ്റ്സ്. Initial amount of 4 lakhs nil. Tax on subsequent amount of 4 lakhs 20,000 40,000. Tax on balance amount of rupees 10,000 1,500. That is 15%. അങ്ങനെ ശരിക്കും അയാളെ ലയബിലിറ്റി എത്ര? 61,500 ഓൺലി ബിക്കോസ് ഓഫ് ഒരു 10,000 കടന്നതിന്. ഗവൺമെന്റ് അതിന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞത്, മാർജിൻ റിലീഫ് ഓഫ് ദ ഇൻകം ടാക്സ് ഈസ് ബെനിഫിറ്റ് പ്രൊവൈഡഡ് ടു ടാക്സ് പേയേഴ്സ് വെൻ ദെയർ ഇൻകം സ്ലൈറ്റ്ലി എക്സീഡഡ് എ ടാക്സ് ഫ്രീ ലിമിറ്റ്, ensuring they do not pay an excessively high tax compared to their income increase. For tax year 2026-27, the tax-free income limit is rupees 12 lakh. If a taxpayer income exceeds this limit marginally, margin relief reduces the tax burden to make it more reasonable. Simply put, it prevents taxpayer from paying significantly more tax just because of their income has gone slightly above the exemption limit. അങ്ങനെയാണെങ്കിൽ ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ മെത്തേഡ്. ഫോർ എക്സാമ്പിൾ 12,10,000 ആകുമ്പോൾ അദ്ദേഹം അടക്കേണ്ടത് 61,500 കാൽക്കുലേഷൻ പ്രകാരം. പക്ഷേ എക്സസ് ഇൻകം ഓവർ 12,10,000, മാർജിൻ റിലീഫ് 61,500 മൈനസ് 10,000 51,500. പക്ഷേ അദ്ദേഹത്തിന് 10,000 മാത്രമേ അടക്കണ്ടൂ. ദ ടാക്സ് ആക്ച്വലി പേയബിൾ വിത്ത് മാർജിൻ റിലീഫ് 10,000. 12,50,000 ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണെങ്കിൽ ടാക്സ് വിത്തൗട്ട് മാർജിൻ റിലീഫ് 67,500 ടാക്സ് ആക്ച്വലി പേയബിൾ വിത്ത് മാർജിൻ 50,000 ഓൺലി. 12,70,000 ആണെങ്കിൽ 70,500 വിത്തൗട്ട് മാർജിൻ റിലീഫ് 70,000. പക്ഷേ
ആഫ്റ്റർ ഡിഡക്ടിങ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അയാളുടെ സാലറി 12,75,000 ആണെങ്കിൽ അദ്ദേഹം നോ മാർജിൻ റിലീഫ്. അവിടുന്ന് മുതൽ നമ്മുടെ താഴത്തെ 4-2 കാൽക്കുലേഷൻ വരികയും ലയബിലിറ്റി അടക്കുകയും വേണം. ഞാൻ വേറൊരു ചെറിയൊരു കാര്യത്തിലേക്ക് വരാം. 1945 നമ്മുടെ ടാക്സ് റേറ്റ് ഇന്നത്തെ ജനറേഷന് അറിയില്ലായിരിക്കാം. അതൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരായ ഡോക്ടർമാരൊക്കെ DDOമാരായിട്ട് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഓൺ ദ ഫസ്റ്റ് റുപ്പീസ് 1,500 റുപ്പി ടോട്ടൽ ഇൻകം നെല്ലാണ്. 3,500 8 പൈസയായിരുന്നു. 5,000 1 അണ, 5,000 എബോ ആണ് 1 അണ 6 പൈസ 2 അണ, ഇങ്ങനെയൊക്കെയായിരുന്നു റേറ്റ്. 71-72 മാക്സിമം 10 ലക്ഷത്തിന് ടാക്സ് റേറ്റ് വരുന്നത് 9,30,000 എബോ 10 lakh 9,33,000 അല്ല 10 ലക്ഷത്തിന് ടാക്സ് വരുന്നത്. അത്രയും ടാക്സ് റേറ്റ് ഉണ്ടായിരുന്നു. പിന്നീടാണ് കുറച്ച് വന്നു. പക്ഷേ 92-93 44.88 ആയിരുന്നു ഹൈ ഇൻകം ടാക്സ് റേറ്റ്സ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വ്യത്യാസം വന്ന് ലിബറലൈസ് ചെയ്ത് നമ്മുടെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ നോൺ ടാക്സബിൾ ലിമിറ്റ് കൂട്ടി 12 ലക്ഷം വരെ ആക്കിയത്. റുപ്പീസ് കംസ് ഫ്രം എവിടെ നിന്നൊക്കെ വരുന്നത്, റുപ്പീസ് ഗോസ് ടു നമ്മുടെ സെൻട്രൽ സബ്സിഡി ആയിട്ടും കാര്യങ്ങൾ വരുന്നത്. ഇനി അടുത്തത് വേറൊരു പോയിന്റിലേക്ക് എടുക്കാം. 1 സെക്കൻഡ്, ഞാൻ സ്പീഡായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പറയണേ. കട്ടായി പോയോ? ഇല്ലല്ലോ. ഇല്ല. ഇപ്പൊ ഷെയറിങ് വന്നിട്ടില്ല അല്ലേ? താഴെ നിർത്താം. വന്നോ? ഇല്ല, ഇപ്പൊ വന്നു അല്ലേ? അപ്പോൾ അവിടെ ഫുൾ സ്ക്രീൻ വരാം. ഞാൻ നിങ്ങളുടെ ഡോക്ടേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഫോർ ഡോക്ടേഴ്സ് ഇൻ ഇന്ത്യ, ഫയലിംഗ് ആൻഡ് ഡിഡക്ഷൻസ്. യു ക്യാൻ ഹാൻഡിൽ ദ ഗ്രേറ്റസ്റ്റ് of ailments with ease, but going through tax filing is mortifying to you. If the one thing that worries you is how to go about the business of filing your taxes and making sense of the process, the following points will come in handy. Who should file income tax return? Anyone with a total income exceeding നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. അപ്പോൾ നമുക്ക് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം, എന്തൊക്കെ ഡിഡക്ഷൻസ് നമുക്ക് കിട്ടും, നമുക്ക് പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ ഏതൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യാം, നമുക്ക് ഷെയർ ട്രാൻസാക്ഷൻ വഴി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ആദ്യം പറഞ്ഞ ഒരു പോയിന്റ്സ് തന്നെയാണ്. എന്താണ് TDS കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ TDS വരും എന്നുള്ളത് കാര്യം പറഞ്ഞു. അപ്പോൾ പിന്നീട് പോയിന്റ് പറയുന്നത് ഏതൊക്കെ ഐറ്റംസിൽ റെന്റ് വരുന്നുള്ള അല്ല TDS വരുന്നുള്ളത്, സാലറി, കോൺട്രാക്ട്, റെന്റ്, പ്രൊഫഷണൽ പേയ്മെന്റ്. ഇപ്പോഴത്തെ ഒരു സെക്ഷൻ പറയുന്നത് നമ്മൾക്ക് അറിയാം 50,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ എങ്കിൽ TDS പിടിക്കില്ല. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1 lakh മേലെ ഉണ്ടെങ്കിൽ 10% പിടിക്കുള്ളൂ. സെക്ഷൻ 194 IA ഈ പറയുന്ന എന്താണ് നമ്മുടെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 1% പിടിക്കുന്നത്. എനി പേഴ്സൺ ഡിഡക്ടിങ് എനി സം ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻ ഫോർ TDS സെക്ഷൻ ഷാൾ പേ വിതിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ പിന്നെ ഒരു കാര്യം പറഞ്ഞു, ടൈം ലിമിറ്റ് ഫോർ പേയ്മെന്റ് ഓഫ് ടാക്സ് പറഞ്ഞു. അത് ഡിഡക്ഷൻ ആണെങ്കിൽ, ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിൽ പ്രശ്നമില്ല. പിന്നെ TDS സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇത് കുറച്ച് എലാബറേറ്റഡ് ആണെന്നുള്ളൂ. അങ്ങനെ അത് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ആൻഡ് ഫീ പേയബിൾ ഫോർ നോൺ കംപ്ലയൻസ് ഓഫ് TDS പ്രൊവിഷൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നോൺ ഡിഡക്ഷൻ ചെയ്യുമ്പോൾ 201(1)(a) പ്രകാരം 1%, ലേറ്റ് പേയ്മെന്റ് ആണെങ്കിൽ 1.5% പെർ മന്തും, ലേറ്റ് ഫർണിഷിംഗ് ആണെങ്കിൽ പെർ ഡേ 200 ആണ്. നമ്മൾ ഒരു ദിവസം വൈകിയാൽ ഫൈൻ വരുന്നത്. നമ്മൾ ഡിമാൻഡ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അയക്കുന്ന ചില നോട്ടീസുകളൊക്കെ ഇവിടെ കണ്ണൂരിലെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ ഇങ്ങനെയാണ് ഒരു DDOന് പല വർഷങ്ങളായി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 7-8 മുതൽ ഉള്ള 24-25 വരെ ഡിമാൻഡാണ്. ഈ ഡിമാൻഡ് ഷോർട്ട് ഡിഡക്ഷൻ ആവാം, ലേറ്റ് പേയ്മെന്റ് ആവാം, ലേറ്റ് ഫയലിംഗ് ആവാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ അറിയിക്കുന്ന. അപ്പോൾ എങ്ങനെയാണ് ഷോർട്ട് ഡിഡക്ഷൻ പറഞ്ഞിട്ട് വരുന്നത്? ഈ നമ്മളെ ജസ്റ്റിഫിക്കേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓരോ DDOനും ഇത് കാണാൻ പറ്റുന്നതാണ് ട്രേസ് സൈറ്റിൽ. അപ്പോൾ ഷോർട്ട് ഡിഡക്ഷൻ എന്തുകൊണ്ട് വരുന്നു, ലേറ്റ് ഫയലിംഗ് ഫീ ഇപ്പൊ ഇതിൽ 5A നിങ്ങൾക്ക് കാണാം ലേറ്റ് ഫയലിംഗ് ഫീ. എന്തുകൊണ്ടാണ്? ഇതിന്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് പെർ ഡേ ഒരു 200 രൂപ വെച്ചിട്ട് 10,800 രൂപയാണ് ഈ ഒരു സ്ഥാപനത്തിന് വന്നിട്ടുള്ളത്.
perceived default ആണെങ്കിൽ section 201 defines that where any deductor does not deduct or does not pay or after deducting fails to pay any part or whole of the tax is required by the IT Act, then such person without prejudice to any consequences to be deemed to be an assay in default of such tax. ആക്ട് പറയുന്നത് ഇത് ചെയ്യാൻ വിട്ടുപോയാലും ചെയ്തിട്ട് അടക്കാതിരുന്നാലും ഈ പറയുന്ന DDO ഡിഫോൾട്ടർ ആയിട്ടും ആക്ഷൻ അണ്ടർ സെക്ഷൻ 201 പ്രകാരം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇൻ കേസ് ഓഫ് ഗവൺമെന്റ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ വിൽ ബി ദ DDO. കളക്ടഡ് അറ്റ് സോഴ്സ് ആയാലും എന്തൊക്കെയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. സ്ക്രാപ്പ്, മിനറൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് TCS വരിക. TCS ഫ്രം സെയിൽ ഓഫ് മോട്ടോർ വെഹിക്കിളും TCS വരുന്നുണ്ട്. Introduced Finance Act with effect from 1/1/25. Goods value 10 lakh may filed. Other goods value. Purpose of remittance, അതുപോലെ തന്നെ വേറെ amount is for purchase of overseas tour package ഇപ്പോൾ 5% up to 7 lakh, 20% above 7 lakh. ഇപ്പം this year 1/4/2026 onwards അത് 5% മാത്രമാക്കി, irrespective of limit. Remittance purpose of education, നമ്മൾ no TCS up to 7 lakh, 5% on the amount of aggregate amount exceeding 7 lakh. Remittance out of loan obtained from any financial institution, ATE for the purpose of pursuing any education, no TCS up to 7 lakh, 0.5% on the amount of aggregate amount exceeding 7 lakh. Remittance for the purpose of other than 2 and 3, 5% ഇത് TCSന്റെ ഭാഗമാണ്. പിന്നെയാണ് നമുക്ക് ഓൺലൈൻ ഫംഗ്ഷനാലിറ്റി ട്രേസസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. TDSന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ട്രേസസ് വഴിയാണ്. വിൻവ്യൂവിലാണ് നമ്മളെ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നത്. NSDUവിൽ കറണ്ട് വെർഷൻ 5.6 ആണ്. ഈ ഫയലിംഗ് പോർട്ടലിലാണ് ലാസ്റ്റിൽ നമ്മൾ FU ഫയൽ ആക്കിയിട്ട് ഫയൽ ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് പോർട്ടൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കേരള യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഹൗ ടു ഫയൽ TDS റിട്ടേൺ ഇൻകം ടാക്സിന്റെ ട്രേസസിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇൻകം ടാക്സ് ഒഫീഷ്യൽസ് പ്രിപ്പയർ ചെയ്ത യൂട്യൂബ് ഉണ്ട്. നിങ്ങളൊരു ഏജൻസിയെ സമീപിക്കേണ്ട ആവശ്യം ഉള്ള അത്ര ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ റിക്വയർമെന്റ് ടു ഫർണിഷ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ള പറയുന്നത് എവരി പേഴ്സൺ എന്തായി എടുക്കണം. ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ പാൻ വേണം. അപ്പൊ പാൻ വാലിഡ് പാൻ ആയിരിക്കണം, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത പാൻ ആയിരിക്കണം. അല്ലാത്ത അവസ്ഥക്ക് 20% penalty വരും. No declaration under Section 197A shall be valid unless the person furnish permanent account number in such declaration. അതുപോലെ തന്നെ പാൻ ഇന്നോപ്പറേറ്റീവ് ആകുന്നത് എപ്പോഴാണ്? നമ്മൾക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ ഇന്നോപ്പറേറ്റീവ് ആണ്. 31st 2024 മാർച്ച് മുമ്പായി ഇത് ചെയ്യണമെന്ന് ആക്ട് കൊണ്ടുവന്നിരുന്നു. അതിനൊരു എക്സ്റ്റൻഷൻ ഡേറ്റ് 31/5/24 പിന്നീട് ഓരോ ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ ഇയറിൽ ഇപ്പം പുതുതായിട്ട് ഒരാൾ പാൻ എടുക്കുമ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെയാണ് വരുന്നത്. അല്ലാത്തതുണ്ടെങ്കിൽ നമ്മൾ അഥവാ ഒരു ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്ത് വിതിൻ 2 months അവരുടെ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് ഇന്നോപ്പറേറ്റീവായി 20% വന്ന ഡിമാൻഡ് രണ്ടാമത് കറക്ഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിമാൻഡ് പോയി കിട്ടും. പിന്നെയുള്ളതാണ് നമ്മൾ ഒരു ഡോക്ടേഴ്സിന്റെ കാര്യത്തെ പറ്റിയിട്ട്. ഇവിടെ നമ്മളിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ്മാരാണ്. അപ്പോൾ അവരുടെ കുറെ സംശയങ്ങൾ ഇത്തരത്തിലാവാനാണ് സാധ്യത. Medical professionals, whether practicing independently, running clinics or working in hospital, are required to comply with Indian income tax regulations depending on their mode of earning, salary, private practice or consultancy. Doctors fall under different tax filing categories. Who is considered medical professional under income tax law? As per Rule 6FO 44A of the Income Tax Act, the following are treated as specified professionals: doctors, surgeons, dentists, pathologist, medical consultants, radiologist, Ayurvedic, Unani, Siddha and homeopathy practitioners. They may practice individually through partnership or to be employed in salary roles. For income tax filing for doctors or self-employed medical professionals, doctors who operate private clinics or offer consultancy services fall under the category of self-employed professionals. For such practitioners, income tax filing or doctors involve evaluating whether they can avail of the presumptive taxation scheme under Section 44ADA. അപ്പോൾ presumptive taxation under 44ADA എന്ന് പറയുമ്പോൾ എന്താണ്? Section 44ADA allows individual professionals, including doctors, to adopt a simplified tax scheme. It is applicable when the gross receipts from profession do not exceed 75 lakh in a financial year. ഇത് Section 44ADA പ്രകാരം കണക്ക് ബുക്സ് ഒന്നും വെക്കാതെ
പ്രിസ്ക്രൈബ്ഡ് ബുക്സ് വെക്കാതെ. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ഇത് അക്കൗണ്ട് ചെയ്യണമെങ്കിൽ ഒരു ബുക്ക് മിനിമം ബുക്ക് ഒരു വേണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ കാൽക്കുലേഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദ പ്രൊഫഷണൽ ഓപ്സ് ടു ഡിക്ലെയർ 50% ഓഫ് ദ ഗ്രോസ് റിസീറ്റ്സ് ആസ് ടാക്സബിൾ ഇൻകം. നോ ഫർദർ ബിസിനസ് എക്സ്പെൻസസ് ഡിഡക്ഷൻസ് ആർ അലൗഡ്. But no requirement to maintain detailed books of account under 44AA of the Income Tax Act. So benefit of the 44ADA for doctors എന്താണ്? Simplified compliance, no audit up to 75 lakh turnover, fixed presumptive income, 50% taxation. Example, another example പറയാം. Dr. Sharma earns 60 lakh from his private clinic. He can declare 30 lakh as income under 44ADA and pay tax accordingly without maintaining books or undergoing audit. ITR form, file ITR 4. If opting for presumptive taxation. When not to use a 44ADA, എപ്പോഴാണ്? If receipts exceeds 75 lakhs, audit is mandatory. A chartered accountant നിങ്ങളുടെ ആ ബുക്സ് ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സഹിതമേ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ദ ഡോക്ടർ വാണ്ട്സ് ടു ക്ലെയിം ആക്ച്വൽ ബിസിനസ് എക്സ്പെൻസസ്, അത് എത്രയായാലും, അത് ഈവൻ ലോസ് ആയാലും, ലോസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്തിട്ട് അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സഹിതം അവർ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കണം. അപ്പോൾ അത് എത്രയായാലും മതി. ഇഫ് ദ ഡോക്ടർ ഈസ് പ്രാക്ടീസിംഗ് ഇൻ പാർട്ണർഷിപ്പ് ഓർ LLP, ഇൻ സച്ച് കേസസ് ഡോക്ടേഴ്സ് മസ്റ്റ് മെയിൻറ്റെയിൻ ബുക്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫയൽ യൂസിംഗ് ITR 3. Income tax filing for salaried doctors, hospital employees. For doctors employed full-time with hospitals, universities or clinics on a salary basis must file income tax returns like any salaried individual. Salary income tax under the head income from salaries. Eligible for standard deduction, old regime 50,000, new regime 75,000. House rent allowance, old regime deduction kitullu, LTA ayalum and other exemptions may apply. TDS is deducted by the employer under section 192, ഇപ്പോൾ 392 ആണ്. ITR form, filing ITR 1 if total income is up to 50 lakh and no other income from business or capital gain ആണ് ITR 1. If income exceeds 50 lakh or there are multiple income source, then use ITR 2. Mixed income salary plus private practice consultancy. അങ്ങനെയാണെങ്കിൽ in case where a medical professional receives a salary from a hospital and also earns from a private consultations, both income stream must be declared. This is a common scenario for doctors, and correct income tax filing for doctors in such cases means combining both salary and professional income under the appropriate heads using ITR 3. Doctors who are employed full-time but also earn additional income through consultancy or private practice must report both incomes. Salary taxed under salaries, professional fees taxed under the profit and gains or business profession. Maintain separate records for use 44AD if eligible. ITR form, file using ITR 3 to declare both sources. Important deductions and exemptions for medical professionals. So, നമ്മൾക്ക് ഓൾഡ് റെജിമിലാണ് ഇവിടെ മെഡിക്കൽ പ്രൊഫഷണൽസ് ഹു ഹാവ് ടേക്കൺ ആൻ എഡ്യൂക്കേഷൻ ലോണിലാണെങ്കിൽ എന്ത് കിട്ടും? അവർക്ക് ഇപ്പോൾ ചെറുപ്പക്കാരായവർക്ക് നമ്മൾ MBBS ഡോക്ടറും അല്ലെങ്കിൽ MD ആയി വരുന്നവർ ഇൻട്രസ്റ്റ് കൊടുത്തതിന് അതിന്റെ ഹൗസിംഗ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തതിന്റെ ഇൻട്രസ്റ്റ് eligible debt of the loan must be taken for higher education in India or abroad for self, spouse, children or a legal one. Deduction limit, there is no upper limit. Entire interest paid during the year is deductible. Time limit 8 consecutive years like നമുക്ക് claim ചെയ്യാം. Starting from the year interest payment begins or until the loan is fully repaid, whichever is earlier. Loan must be taken from bank or financial institution, not a private lenders or relatives. It is eligible for old regime only. Example, ഒരു കാര്യം പറയാവുന്ന ഡോക്ടർ മീര പേ rupees 1.8 lakh in interest on her deduction loan for her MD course. She can claim the full 1.8 lakh as a deduction under section 80E from her taxable income. This is old regime only. This deduction is especially beneficial young doctors who have recently completed their studies and are in the initial years of practice or employment. Books of accounts and audit requirements. Gross receipts exceed 2.5 lakh unless opting for 44ADA എന്ന് പറയുന്ന സ്കീം അല്ലെങ്കിൽ 2.5 lakh or if the income declared less than 50% of the gross receipt ആണെങ്കിൽ audit under section 44AB is mandatory if receipts exceed 75 lakhs. പിന്നെ books to be maintained, daily case register, bills receipts for professional services, ledger, cash book, journals, inventory of medicines or consumables. Any filing deadlines for 26-27.
ടൈപ്പ് ഓഫ് ടാക്സ് പെയർ. സാലറീഡ് ITR 1 and 2, 31st July ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഇൻകം ടാക്സ് ഫയലിംഗ് ഫോർ ഡോക്ടേഴ്സ് മസ്റ്റ് ബി ടൈലേർഡ് based on the nature of income, salaried, professional or mixed, opting for the correct tax regime, availing legitimate deductions like Section 80C, 80D and 80E, and filing the appropriate ITR form not only ensure compliance but also allows optimal tax planning. Whether you are an MBBS graduate just starting out, senior consulting, managing clinic, accurate tax filing is essential. അതോടൊപ്പം തന്നെ എനിക്ക് ഇതിന്റെ ഇടയിലൊന്ന് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ ബോർഡിൽ നിങ്ങൾ അംഗങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വളരെയധികം സത്യസന്ധമായിരിക്കണം എന്നാണ്. കാരണം മെഡിക്കൽ ബോർഡിൽ ചില ആൾക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നത് പിന്നെ അവരുടെ 80DD എന്ന് പറയുന്ന സെക്ഷനും 80DDB എന്ന് പറയുന്ന സെക്ഷനിൽ 75,000 മുതൽ 1.25 ലക്ഷം വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾഡ് റെജീമിൽ അലൗ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വളരെ സത്യസന്ധമായിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് മാത്രമാണ്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ അടുത്തതാണ് നമുക്ക് സാലറീഡ് ഇൻകം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ബിസിനസ് ഇൻകം കഴിഞ്ഞു, പിന്നീടാണ് ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾക്ക് സാധാരണ എല്ലാവർക്കും വരുന്നതാണ്. Capital gain tax in India applies when you sell a capital asset at a profit. Whether it is listed shares, equity mutual funds, property, gold or debt funds, the tax rate and rules depend on how long you held the asset before selling. For financial year 26-27, the framework introduced in Budget 2024 continues without change. Budget 2026 kept all capital gains rates and holding period rules exactly as they were. Capital gains arise when you sell a capital assets for more than what you paid for it. The profit is the capital gain. Assets such as residential property, land, listed shares, equity mutual funds, debt mutual funds, gold, sovereign gold bonds, and unlisted shares all fall under this category. ഇതൊക്കെ നമുക്ക് ക്യാപിറ്റൽ ഗെയിനിലേക്ക് കവർ ചെയ്ത് വരുന്നതാണ്. ക്യാപിറ്റൽ ഗെയിൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ഷോർട്ട് ടേം ഓർ ലോങ് ടേം ബേസ്ഡ് ഓൺ ദ ഹോൾഡിംഗ് പീരിയഡ്. The holding period threshold differs by assets class. Once classified, the tax rate applied also differs. Getting these two things right is the starting point for any capital gain calculation. അടുത്തതായിട്ട് ഹോൾഡിംഗ് പീരിയഡ് ഷോർട്ട് ടേം വേഴ്സസ് ലോങ് ടേം. അപ്പോൾ അസറ്റ് ടൈപ്പ് ലിസ്റ്റഡ് എക്വിറ്റി ഷെയർസ് നമ്മൾ അപ് ടു 12 months വെച്ചാൽ ഉള്ളിലാണ് നമ്മൾ വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും, മോർ ദാൻ 12 months ആണെങ്കിൽ അതിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരികയും. ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും 12 months, മോർ ദാൻ 12 months ആണെങ്കിൽ യൂണിറ്റ്, ഇതൊക്കെ 12 months ആണ്. ഇമ്മോൾഡ് പ്രോപ്പർട്ടി ആണ്, നമുക്ക് 2 കൊല്ലം വരെ നമുക്കൊരു ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാൻഡ് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്തിട്ട് വിത്തിൻ 24 months നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ നമ്മൾ ഇൻകം ടാക്സ് ചെയ്യുന്നതിൽ നമ്മൾ അതിലേക്ക് കടക്കാം. മോർ ദാൻ 24 ആണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അൺലിസ്റ്റഡ് ഷെയർസ് അപ് ടു 24 months വെച്ചാൽ ഉള്ളിലാണെങ്കിൽ വിൽക്കുകയാണെങ്കിൽ ഷോർട്ട് ടേമും, മോർ ദാൻ 24 ആണെങ്കിൽ ലോങ് ടേമും. ഗോൾഡ്, ഫിസിക്കൽ ഗോൾഡ് അങ്ങനെയാണെങ്കിൽ അപ് ടു 24 months വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഷോർട്ട് ടേമും, മോർ ദാൻ 24 months കൊടുക്കുകയാണെങ്കിൽ ലോങ് ടേമും. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് പോസ്റ്റ് April 1, 2023 പർച്ചേസസ് ആണെങ്കിൽ ഓൾവേസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ റിഗാർഡ്ലെസ് ഓഫ് ഹോൾഡിംഗ്, നോട്ട് അപ്ലിക്കബിൾ ഫോർ ലോങ് ടേം. ആ കേസിൽ സോവറിൻ ഗോൾഡ് ബോൺസ് ആണെങ്കിൽ അപ് ടു 12 months ഇഫ് ലിസ്റ്റഡ്, മോർ ദാൻ 12 months ആണ് മെച്യൂരിറ്റി പ്രൊസീഡ്സ് ടാക്സ് ഫ്രീ. ഇനി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റേറ്റ് ഫിനാൻഷ്യൽ ഇയർ 2026-27 ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിന്റെ ആണെങ്കിൽ 20% ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ റേറ്റ്. LTCG ആണ് ലോങ് ടേം ആണെങ്കിൽ 12.5 ആണ്. അത് എക്സംഷൻ ലിമിറ്റ് ഉണ്ട്, 1.25 lakh LTC എക്സംപ്റ്റ് പെർ ഇയർ. ഇക്വിറ്റി ഓറിയന്റഡ് ആണെങ്കിൽ 20% ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം 12.5, 1.25 lakh LTCG എക്സംപ്റ്റ് പെർ ഇയർ. ഇമ്മോൾ പ്രോപ്പർട്ടി ആണെങ്കിൽ സോൾഡ് ആഫ്റ്റർ ജൂലൈ 2024 ആണെങ്കിൽ സ്ലാബ് റേറ്റ് 12.5%. നോ ഇൻഡെക്സേഷൻ ആണെങ്കിൽ, നോ ജനറൽ എക്സംഷൻ. സെക്ഷൻ 54, 50 EC എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് കടക്കാം, അത് നമ്മൾ കമ്മിങ് സ്ലൈഡ്സിലുണ്ട്. സെക്ഷൻ 54ഉം EC എന്തൊക്കെയാണെന്നുള്ളത്. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വിറ്റിട്ട് നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടും എന്നുള്ള ഒരു പോയിന്റ് ആണ് 54ഉം 54 ECയും. അപ്പോൾ ഇമ്മോൾ പ്രോപ്പർട്ടി അക്വയർഡ് ബിഫോർ
23 2024 ആണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. സ്ലാബ് റേറ്റ് എടുക്കാം 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ ഓർ 20% വിത്ത് ഇൻഡെക്സേഷൻ. ലോവർ ഈസ് പേയബിൾ. നോ ജനറൽ എക്സംഷൻ. സെക്ഷൻ 5450 അപ്ലൈ. ഗോൾഡ് ഫിസിക്കൽ ഗോൾഡ് ETF ആണെങ്കിൽ സ്ലാബ് റേറ്റ് 12.5%, നോ ഇൻഡെക്സേഷൻ. അതിന് ലോങ് ടേം ക്യാപിറ്റൽ എടുക്കുക. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് പോസ്റ്റ് ഏപ്രിൽ 2023 1 ഏപ്രിൽ 23 ആണെങ്കിൽ സ്ലാബ് റേറ്റും ഓൾവേസ് സ്ലാബ് റേറ്റ്, നോ LTCG ബെനിഫിറ്റ്. അൺലിസ്റ്റഡ് ഷെയർസ് സ്ലാബ് റേറ്റും 12 വിത്തൗട്ട് ഇൻഡെക്സേഷനും. ഷെയർ ബൈബാക്ക് ആണെങ്കിൽ ഫ്രം ബഡ്ജറ്റ് 2026 ആസ് പെർ ഹോൾഡിംഗ് പീരിയഡ് അബവ്. ആസ് പെർ ഹോൾഡിംഗ് പീരിയഡ് അബവ് ആണ്. ടാക്സ് ആസ് പെർ ക്യാപിറ്റൽ ഗെയിൻ, നോട്ട് ഡിവിഡൻഡ്. ഈ സെക്ഷൻ 87 റിബേറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു ക്യാപിറ്റൽ ഗെയിൻ. അതായത് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ദാറ്റ് മെനി സാലറീഡ് പ്രൊഫഷണൽസ് മിസ്. ഈവൺ ഇഫ് യുവർ ടോട്ടൽ ഇൻകം ഈസ് ബിലോ 12 lakh, which would otherwise qualify for Section 87A rebate under the new regime, capital gain tax at a special rate such as LTCG at 12.5% or STCG at 20% do not get this rebate. Example, Neha has a salary rupees 8 lakh and LTCG of rupees 2 lakh from equity mutual fund. Her total income is rupees 10 lakh. She is the new tax regime. In new tax regime, rupees 75,000 LTCG above the rupees 1.2 lakh exemption will be taxed at 12.5%, and she cannot claim the Section 87A rebate to reduce this. She will pay 9,375 as tax on these gains, even though her salary income would have been covered by the rebate. Property acquired on or after July 23 2024 അങ്ങനെയാണെങ്കിൽ long term capital gain is calculated at flat 12.5% on the actual gain. അതായത് വാങ്ങിയ വില മൈനസ് വിറ്റ വില, ആ ഡിഫറൻസിന് 12.5% straight away tax. No indexation benefit is available. The cost inflation index does not apply. The holding period for long term classification is 24 months. Prior അത് 3 വർഷമായിരുന്നു, ഇപ്പോൾ 2 വർഷമാക്കി. Property acquired before July 2023 July. For resident individual and HUF, 2 options are available. You can choose whichever results in lower tax. Option 1, pay 12.5 long-term capital gain on the actual gain without indexation. Option 2, pay 20% long-term capital gain on the indexed gain using cost of inflation index to inflate the purchase price for inflation. The cost of inflation index for financial year 25-26 is 363 base year. Base year 2001-200. Calculation or example നിങ്ങൾക്ക് പറഞ്ഞുതരാം. Sunitha bought a flat in Bengaluru in 2012 for 40 lakh. She sold it in January 2026 for 90 lakh. After spending rupees 5 lakh on renovation, the cost of inflation index for 12-13 is 200. അത് നമുക്ക് റേറ്റ് ചാർട്ട് നമുക്ക് ഗൂഗിൾ ചെയ്താലും കിട്ടും. ആൻഡ് ഫോർ 25-26 ഈസ് 363. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഓപ്ഷൻ 1, 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആണെങ്കിൽ ഗെയിൻ എത്രയാണ്? 90 lakh മൈനസ് 45 lakh. കാരണം 40 lakh അക്വയർ ചെയ്തു, 5 lakh അദ്ദേഹം ഒരു റെനോവേഷൻ ചെയ്തു. ബാക്കി കിട്ടിയതിൻ്റെ 12.5% ഓഫ് 45 lakh 5,000, 5 lakh 6,025. അപ്പോൾ ഇനി ഓപ്ഷൻ 2 ആണെങ്കിൽ 20% വിത്ത് ഇൻഡെക്സേഷൻ ആണെങ്കിൽ ഇൻഡെക്സർ കോസ്റ്റ് 40 lakh ഇൻറ്റു 363 ആണ് നമ്മൾ 2026 കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ. അക്വയറിംഗ് ഒറിജിനൽ അന്നത്തെ 200 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 200 നമുക്ക് കിട്ടുന്നത് 72.6 ലക്ഷമാണ്. അപ്പോൾ ഇൻഡെക്സ്ഡ് റിനോവേഷനും നമ്മൾ ചെയ്യണം. 5 ലക്ഷം അവർ റിനോവേഷൻ ചെയ്തു. അപ്പോൾ 363 ഡിവൈഡഡ് ബൈ 200 9.075 lakh അപ്രോക്സിമേറ്റ്. അപ്പോൾ ഗെയിൻ എത്രയാണ്? 90 lakh മൈനസ് 81.675 lakh 8.325. ടാക്സ് ഓഫ് 20% ഓഫ് 8.325 lakh ഈസ് 1.665 lakh. അപ്പോൾ സുനിത ഷുഡ് ചൂസ് ഓപ്ഷൻ 2. ഷീ പേയ്സ് rupees 1.665 lakh instead of 5.625 lakh. This choice is available only for properties purchased before July 23, 2024. For newer properties, only 12.5% without indexation applies.
ഇനി LTCG exemption of rupees 1.25 lakh on equity എന്നുള്ളതിന് അത് എങ്ങനെയാണെന്നുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ് അപ് ടു 1.2 lakh per financial year are completely tax free. Gain above 1.25 lakh are taxed at 12.5%. This exemption applies per financial year per individual taxpayer. A married couple where both are investing can each claim rupees 1.25 lakh separately, effectively making 2.5 lakh of combined long-term capital gain tax-free in a year. Tax harvesting strategy. If your long-term capital gain is approaching rupees 1.25 lakh in a year, some investors sell equity and immediately repurchase it to book the tax-free gain. This reset the cost basis without paying tax. This is legal and widely used, but requires monitoring of holding period carefully. Debt mutual fund, no LTCG benefit. Debt mutual fund where less than 35% of the assets are in equity and funds purchased on or after April 2023 are always taxed at the slab rate regardless of how long you hold them. There is no separate LTCG rate or indexation benefit for these funds. This makes debt mutual funds tax equivalent to fixed deposit for most investors. For debt fund units purchased before April 1, 2023, the old rules LTCG at 20% with indexation after 36 months still apply to those specific units. In sovereign gold bonds, sovereign gold bonds important change from April 2023. Original subscribers to sovereign gold bonds who hold till maturity continue to receive proceeds that are completely tax-free. This has not changed. However, from April 2023 onwards, sovereign gold bonds units purchased from the secondary market stock exchange will no longer enjoy this tax-free status at maturity. The gains from such sovereign gold bonds SGBs will now be taxed as capital gain based on the applicable holding period and rates. This is a significant change for the investors who have been purchasing SGBs from the secondary market expecting tax-free returns. If you purchase the SGBs from the secondary market before April 2023, check the applicable rules for your specific units with a tax professional before assuming tax-free maturity. Share buyback. Now taxed as capital gain. Budget 2026 Budget 2026 changed the taxation of share buyback. Previously, buyback income was taxed as dividend-like income in the hands of the company. From Budget 2026, proceeds received by shareholders from share buybacks are now treated as capital gains in the hands of the shareholder. This means if a company you hold shares in does a buyback, the proceeds will be taxed as either short-term capital gain at 20% or LTCG at 12.5%, depending on your holding period in those shares. If you held the shares for more than 12 months, it is LTCG. Less than 12 months means STCG at 20%. In capital gain exemptions 54 EC and 54F. Section 54 reinvestment in residential property. If you sell a residential house and use the LTCG, long-term capital gain, to purchase or reconstruct another residential property, you can claim exemption on the capital gain reinvested. New house must be purchased within condition 1 year before or 2 years after the sale, or constructed within 3 years. You can invest in up to 2 residential houses if your LTCG is up to rupees 2 crore. This is a one-time lifetime option. Cost of new property above rupees 10 crore is ignored for exemption calculation. If the new property is sold within 3 years, the exemption is reversed and added to the income. Investment in specified bonds ആണെങ്കിലും Section 54 EC പ്രകാരം LTCG from sale of land or building can be invested in specified bonds. National Highway Authority of India REC bonds to claim exemption. Maximum investment rupees 50 lakh per financial year. Investment must be made within 6 months of the sale. Bonds must be held for at least 5 years. If bonds are transferred or converted to cash before 5 years, exemption is reversed. 54F, sale of any
asset other than residential property ആണെങ്കിൽ, if you sell any capital asset other than a residential house and use the net sale consideration, not just the gain, to purchase a new residential property, you can claim exemption proportional to the amount reinvested. So capital gain loss set of rules financial year 2026. How you can use capital losses to reduce your tax is important for portfolio planning. Here are the rules. Loss type. Short-term capital loss ആണെങ്കിൽ can be set off against both long-term capital gainum short-term പറ്റും, carry forward up to 8 years. പക്ഷെ കണ്ടീഷൻ ഇതൊക്കെ ഉള്ളതും റിട്ടേൺ ഷുഡ് ബി ഫയൽഡ് വിതിൻ ദ ഡ്യൂ ഡേറ്റ് ആണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സെറ്റ് ഓഫ് നമുക്ക് ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, നോട്ട് ഷോർട്ട് ടേം അപ് ടു 8 years. ക്യാപിറ്റൽ ലോസ് ആണെങ്കിലോ കനോട്ട് സെറ്റ് ഓഫ് എനി സാലറി ഓർ ബിസിനസ് ഇൻകം ഓൺലി ഇഫ് ITR ഫയൽഡ് ഇൻ ടൈം. ക്യാരി ഫോർവേഡിൽ വിച്ച് ITR ഫോം ടു യൂസ് ഫോർ ക്യാപിറ്റൽ ഗെയിൻ? Your ITR form depends on the type of capital gains you have. ITR 1 from 2025-26 financial year onwards, LTC up to rupees 1.25 lakh from listed equity can be reported here. Earlier, this was not allowed in ITR 1. ITR 2 ആണെങ്കിൽ required if you have any short-term capital gain, long-term capital gain above 1.25 lakh, capital gains from property or capital losses to carry forward. ITR 3 required if you have capital gains along with the business or പ്രൊഫഷണൽ ഇൻകം. ITR 3 ആണ്. നിങ്ങൾ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡോക്യുമെന്റ്സ് ടു കീപ് റെഡി ഫോം 16, അതുപോലെ തന്നെ സാലറി ഇൻകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വെയർ ടു ഗെറ്റ് ഇറ്റ് ഫ്രം യുവർ എംപ്ലോയർ. 26 AS ഓൾ TDS ഡിഡക്റ്റഡ് മനസ്സിലാക്കാനും ഇൻകം ടാക്സ് പോർട്ടൽ അണ്ടർ മൈ അക്കൗണ്ടിൽ കിട്ടും. AESO ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലിങ്ക്ഡ് ടു പാൻ, അത് ഇൻകം ടാക്സ് പോർട്ടലിൽ തന്നെ AES കിട്ടും. ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം സേവിങ്സ് അക്കൗണ്ട് ഫ്രം യുവർ ബാങ്ക്. അതുപോലെ തന്നെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നമ്മൾക്കിപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ എല്ലാവരും തന്നെ അവർ AESലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് കോപ്പറേറ്റീവ് ബാങ്ക്സ് യു ഷുഡ് എൻഷുർ, അതായത് അവിടുന്ന് ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് വൈൽ ഫയലിംഗ് യുവർ റിട്ടേൺ ഓഫ് ഇൻകം ആ ഇൻട്രസ്റ്റും കൂടി നമ്മൾ സത്യസന്ധമായിട്ട് കാണിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അതാണ് ഏറ്റവും അടിയിൽ നമ്മുടെ റിട്ടേണിന്റെ ഏറ്റവും അടിയിൽ പറയുന്ന ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ എല്ലാ തരത്തിലുള്ള വരുമാനം ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അത് ഞാൻ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മാത്രം പറഞ്ഞേ ഉള്ളൂ. FD ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടുന്നത്? ഫ്രം യുവർ ബാങ്ക്. ഇൻവെസ്റ്റ്മെന്റ് പ്രൂഫ് ഓഫ്, നമുക്ക് ലോവർ ഡിഡക്ഷൻ ഓൾഡ് റിജീമിൽ പോകുമ്പോഴേ ഈ പറയുന്ന കാര്യങ്ങൾ വേണ്ടു. ATC, ATD, PPF, പാസ്ബുക്ക്, ഇൻഷുറൻസ് റിസീറ്റ്സ്. ഹോം ലോൺ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഓൾഡ് സ്കീമിലെ റിജീമിലേ കിട്ടുള്ളൂ. അതും അതിന്റെ റെന്റ് റിസീറ്റ്സ് ആണെങ്കിൽ HRA എക്സംഷൻ ക്ലെയിം ഉണ്ടെങ്കിൽ പാൻ ആൻഡ് ആധാർ, പാൻ നമ്പറും അതുപോലെ തന്നെ ആധാറും നമുക്ക് നമ്മുടെ ഇത് ലിങ്ക്ഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ നമ്മളെ യൂസർ ID നമ്മുടെ പാൻ ആണ്. വിച്ച് ITR ഫോം ഷുഡ് യു ഫയൽ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സാലറീഡ് ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻകം അപ് ടു 50 lakh ITR 1. സാലറി 1 ഹൗസ് അത് അതിൽ എന്തൊക്കെ സോഴ്സസ് കവർ ചെയ്യും? സാലറി, 1 ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സസ് ലൈക്ക് ഇൻട്രസ്റ്റ്, അഗ്രികൾച്ചർ ഇൻകം അപ് ടു 5,000. ITR 2 individuals and HUF with no business income. ITR 2 salary, capital gain, multiple house properties, foreign income above 50 lakh. ITR 3 individuals with business or professional income, all source of including business or profession. ITR 4 ആണ് individual HUF firm opting for presumptive taxation. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ പ്രൈവറ്റ് പ്രാക്ടീസ് ഇൻകം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡോക്ടർ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പ്രിസംറ്റീവ് ബിസിനസ് ഇൻകം അണ്ടർ 44 AD, 44 ADA, 44 AE എന്ന സെക്ഷനിൽ 44 ADA ആണ് നമ്മൾ പ്രൊഫഷണൽ ഇൻകം ആയിട്ട് വരിക. AD എന്ന് പറയുന്നത് അതർ ദാൻ പ്രൊഫഷണൽ ആണ്. 44 AE എന്ന് പറയുന്നത് നമുക്ക് ടാക്സി എങ്ങനെയുള്ളതിന്റെ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹൗ ടു ഫയൽ ITR ഓൺലൈൻ, ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഓടിച്ചു പോകാം. നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഗോ ടു ഒഫീഷ്യൽ പോർട്ടൽ, ഓപ്പൺ യുവർ ബ്രൗസർ ആൻഡ് ഗോ ടു incometax.gov.in. Always verify the URL carefully. The official portal URL contains .gov.in. Never use any other website claiming to be the income tax portal. അപ്പോൾ ലോഗിൻ യുവർ അക്കൗണ്ടിൽ എന്താണ് നമ്മളെ യൂസർ ID, പാൻ നമ്പർ. ദെൻ ഇഫ് യു ആർ എ ഫസ്റ്റ് ടൈം യൂസർ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു വാലിഡും പാനും മൊബൈൽ നമ്പറും
അതുപോലെ തന്നെ ഇമെയിലും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാർ ലിങ്കിങ് ഈസ് മാൻഡേറ്ററി. Step 3, go to file income tax return ആണെങ്കിൽ after login on your dashboard, click e-file on the top menu, select income tax returns, click file income tax return. Select assessment year and mode. Select assessment year നമുക്കിപ്പം ഫയൽ ചെയ്യേണ്ടത് 26-27 ആണ്. അടുത്ത വർഷം മുതൽ ടാക്സ് ഇയർ എന്നാ കാണുക, അതും 26-27 എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇൻകം ഇപ്പോൾ ഫയൽ ചെയ്യേണ്ടത് അസസ്മെന്റ് ഇയർ 26-27 ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ 25-26. സെലക്ട് മോഡ് ഓൺലൈൻ. റെക്കമെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ തന്നെയാണ്. നമുക്കത് ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുക്കുക, ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ടോ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വെച്ചുവാണെങ്കിൽ 5 മിനിറ്റിന് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു 10 നമുക്ക് ടൈം സാവധാനത്തിലും ചെയ്യാം. ക്ലിക്ക് ടു കണ്ടിന്യൂ ചെയ്താൽ സെലക്ട് ഫയലിംഗ് സ്റ്റാറ്റസ്. നമ്മുടെ സ്റ്റാറ്റസ് ചോദിക്കും. നമ്മൾ ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു പാനിന്റെ 4ാമത്തെ അക്ഷരം എന്താണ്? പി ആണ്. അപ്പോൾ അത് സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിവിജ്വൽ ആണ്. മറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സി എന്ന് പറഞ്ഞ കമ്പനിയാണ്. 4ാമത്തെ അക്ഷരം സ്റ്റാൻഡ്സ് ഫോർ. എഫ് കണ്ടാൽ ഫേം ആണ്. ടി കണ്ടാൽ ട്രസ്റ്റ് ആണ്. സി എന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞു. അപ്പൊ ആർട്ടിഫിഷ്യൽ എ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയി കാണും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സന്റെ ജെ എന്ന് പറഞ്ഞിട്ട് കാണും. ജസ്റ്റ് കൈൻഡ് ഇൻഫർമേഷൻ പറഞ്ഞേ ഉള്ളൂ. സെലക്ട് ITR ഫോം. ഇവിടെയാണ് പോർട്ടൽ മേക്ക് ഓട്ടോ സജസ്റ്റ് എ ഫോം ബേസ്ഡ് ഓൺ യുവർ പ്രൊഫൈൽ. വെരിഫൈ ഇറ്റ് ഈസ് കറക്റ്റ് യൂസിംഗ് ദ ടേബിൾ എബവ്. ഫോർ മോസ്റ്റ് സാലറിഡ് പ്രൊഫഷണൽ സെലക്ട് ITR 1. ക്ലിക്ക് പ്രൊസീഡ് വിത്ത് ITR 1 or whichever forms applies. Reason for filing. You will be asked why you are filing. അതൊന്ന് ശ്രദ്ധിക്കണം. സെലക്ട് ദ അപ്ലിക്കബിൾ ഓപ്ഷൻ. ടാക്സബിൾ ഇൻകം എക്സീഡ്സ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. മോസ്റ്റ് കോമൺ അതായിട്ടാണ് വേണ്ടത്. മാൻഡേറ്ററി ഫയലിംഗ് 139(1) അതും വേണം. 7th പ്രൊവിഷൻ, ഇഫ് യു ഹാവ് ഡെപ്പോസിറ്റഡ് ₹1 crore ഇൻ കറന്റ് അക്കൗണ്ട്, സ്പെൻഡ് ₹2 lakh ഫോറിൻ ട്രാവൽ ഓർ പെയ്ഡ് ₹1 lakh ഇൻ ഇലക്ട്രിസിറ്റി ബിൽ, അങ്ങനെയുള്ളവർക്കാണ് മറ്റ് പ്രൊവിഷൻസിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സെലക്ട് ടാക്സ് റിജീം. ഇതും ഒരു അത്യാവശ്യ ഘടകമാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഇൻ ദ ഫയലിംഗ് പ്രോസസ്. വളരെ ഈ 2 വർഷമായിട്ട് ഈ ഒരു സ്കീമിന്റെ അകത്തുനിന്ന് ഈ വെദർ യു ആർ ഓപ്റ്റിംഗ് ഔട്ട് എന്നുള്ള വേർഡിങ് മനസ്സിലാക്കാതെ ക്ലിക്ക് അടിച്ച് ഓൾഡ് റിജീമിലേക്ക് പോയി ന്യൂ റിജീം ഓപ്റ്റ് ചെയ്യേണ്ട ആള് ഓൾഡ് റിജീമിൽ പോയി ഡിഡക്ഷൻ ഇല്ലാതെ ഡിമാൻഡ് വന്നവർ ഒരുപാട് ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് വളരെയധികം പ്രത്യേകിച്ച് പറയാനുള്ളത്. This is the most important decision in the filing process. അപ്പോൾ the portal will default to the new tax regime. If you want to opt for the old regime, you must actively select it here. If you have not already compared with both regime, do it now before proceeding. ആദ്യം നമ്മൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. The old versus new tax regime comparison has worked examples at multiple salary levels to help you decide. Changing the regime after filing is not straightforward. പിന്നെയുള്ളതാണ് വെരിഫൈ പ്രിഫിൽഡ് ഡാറ്റ. ദ പോർട്ടൽ പ്രിഫിൽസ് മോസ്റ്റ് ഓഫ് യു ഡാറ്റ ഫ്രം Form 16 submitted by your employer, Form 26AS, AS. Go through each section carefully and verify. Personal information, name, PAN, Aadhaar address, salary income details, TDS amounts match your Form 16, bank account details for refund. Do not blindly accept prefilled data. Errors in prefilled data are common and you are responsible for accuracy of your return. കാരണം നമ്മളൊക്കെ ഫയൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കേസിൽ അതിൽ എമൗണ്ട് ഒന്നുകിൽ കൂടി വരാം അല്ലെങ്കിൽ കുറഞ്ഞു വരാം. ഏത് പ്രിഫിൽഡ് ഡാറ്റ AES എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ യു ഹാവ് ടു റെസ്പോണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉടനടി അതിന് റെസ്പോൺസ് കൊടുത്തതിന് ശേഷം മാത്രമേ ഫയൽ ചെയ്യാൻ പോകാൻ പാടുള്ളൂ. ബിക്കോസ് നിങ്ങളുടേതല്ലാത്തൊരു വരുമാനം ഈ പറയുന്ന AIS ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ യു ഷുഡ് റിപ്പോർട്ട് റെസ്പോൺസ്. അവിടെ റെസ്പോൺസ് ടിക്കടിക്കാനുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. ഈ ഇൻകം എന്റേതല്ല, അല്ല ഈ ഇൻകം ഫുള്ളി കറക്റ്റ് അല്ല, ഈ ഇൻകം ഫുള്ളി കറക്റ്റ് ആണ്, പിന്നെ തെറ്റാണ്. അങ്ങനെയുള്ള ആ ഒരു ടിക്ക് ബോക്സ് അടിച്ചിട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ വരുമാനം ഡിസ്ക്ലോസ് ചെയ്തിട്ട് പോവാം, അതിനെ ഒബ്ജക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒബ്ജക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, അത് ആ കൺസേൺഡ് ഇത് ആരാണോ അപ്ലോഡ് ചെയ്തത് അവർക്ക് നോട്ടീസ് അയക്കാൻ ഡിപ്പാർട്ട്മെന്റ് മുതിരുന്നതാണ്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റർ ഇൻകം ഡീറ്റെയിൽസ്, ഫിൽ ഇൻ ഓൾ ഇൻകം സോഴ്സസ്. നമുക്ക് പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, DDOമാരായ നമ്മൾ ഇവിടെ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരെല്ലാവരും അല്ലാത്തവരും മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പറയേണ്ടത്, those who are income more than those who are drawing salary more than 4 lakh, അവരുടെ എല്ലാവരുടെ കേസും എന്ത് ചെയ്യണം, നമ്മൾ വൈൽ ഫയലിംഗ് ക്വാർട്ടർലി റിട്ടേൺ അല്ലെങ്കിൽ ആനുവൽ TDS റിട്ടേൺ 24Q 4th quarter,
ഷുഡ് ഇൻകോർപ്പറേറ്റ്. ഞാനിപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ അടുത്ത ഈ ഒരു ആഴ്ചയിൽ ശ്രദ്ധയിൽ വന്നതെന്തെന്ന് വെച്ചാൽ TDS പിടിച്ചവരത് മാത്രമല്ല TDS റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. Those who are having 4 lakh more in a new regime 4 lakh, old regime 2.5 lakh ആണെങ്കിൽ അവരുടെ 24Q ഫയൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തിക്കൊണ്ട് ഫയൽ ചെയ്താൽ മാത്രമേ അവർക്ക് ഫോം 16 ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. Fill in all income sources, salary income. This should be pre-filled from Form 16, verify against your actual Form 16 Part B. അപ്പോൾ നമ്മൾക്ക് ഈ TDS റിട്ടേൺ എംപ്ലോയർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് എയും കിട്ടും, പാർട്ട് ബിയും കിട്ടും. അപ്പോൾ പാർട്ട് എ എന്ന് പറഞ്ഞാൽ TDS പിടിച്ചതും, പാർട്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഡക്ഷൻസും, അതുപോലെ തന്നെ അതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്താ ഉള്ളത്. മറ്റേ പാർട്ട് എയിൽ എന്താണ്, ഇത്ര എമൗണ്ട് കൊടുത്ത് ഇത്ര രൂപ പിടിച്ചു, അത് ക്രെഡിറ്റ് ഇന്ന ഡേറ്റിലുണ്ട്. അല്ലാതെ അവർക്ക് എന്തൊക്കെ ഗ്രോസ് സാലറിയിൽ കിട്ടി, അല്ല ഗ്രോസ് സാലറി കഴിയാൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിച്ചു, മറ്റ് അദ്ദേഹത്തിന് PF ഉണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ അതിൽ കാണാൻ പറ്റും. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, ഇഫ് യു ഓൺ എ ഹൗസ് ഡിക്ലെയർ ആനുവലി വാല്യൂ, ഇഫ് യു ഹാവ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ സ്ലൈഡ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതർ സോഴ്സ് ആണെങ്കിൽ എൻ്റർ സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ്, FD ഇൻട്രസ്റ്റ്, എനി അതർ ഇൻകം, ഈവൻ സ്മോൾ അമൗണ്ട്സ് മസ്റ്റ് ബി ഡിക്ലെയർഡ്. യുവർ AS will show all interest income reported by banks to the tax department. Capital gain, if you sold stocks, mutual fund or property during 25-26, declare the gains here. This requires ITR 2, not ITR 1. In your step 11, claim deductions old regime only. If you have opted for the old tax regime, enter all deductions in the relevant sections. Section 80C, like എന്തൊക്കെയാണ് PPF, LIC, NSC, ഹോം ലോൺ, പ്രിൻസിപ്പൽ, ട്യൂഷൻ ഫീസ്, ഇതൊക്കെ നമുക്ക് മാക്സിമം 1.5 lakh കിട്ടും. 80D ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഫോർ സെൽഫ്, ഫാമിലി ആൻഡ് പാരൻസ്. 80E എഡ്യൂക്കേഷൻ ലോൺ. 80G ഡൊണേഷൻസ് ടു എലിജിബിൾ ചാരിറ്റീസ്. HRA എക്സംഷൻ അണ്ടർ അലവൻസസ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കിട്ടുള്ളൂ ഓൾഡ് റെജിമിൽ. ഇൻ ദ ന്യൂ റെജിം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 ആൻഡ് എംപ്ലോയർ NPS contribution under 80CC2 are available. In step 12, review tax computation. After entering all income and deductions, the portal will show you your tax computation: gross total income, total deductions, taxable income, tax liability, TDS already deducted, net tax payable or refund due. Verify this against your own calculation. If there is a discrepancy, go back and check each section. ഇനിയോ അവിടെ പേയബിൾ വന്നാൽ പേ ടാക്സ് ഈഫ് റിക്വയർഡ്, അവിടെ സെൽഫ് അസസ്മെന്റ് മോഡ്യൂൾ അവിടെ തന്നെ പേ നൗ എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റും. അപ്പോൾ ചൂസ് ചെലാൻ 280, സെലക്ട് ദ പേയ്മെന്റ്, ടൈപ്പ് ഓഫ് സെൽഫ് അസസ്മെന്റ്, ടാക്സ് 300. ഇത് ഞാൻ വേറൊരു കാര്യം കൂടി ഇതിൽ വളരെയധികം ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഒരു പറയേണ്ട ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മുടെ ശമ്പളത്തിന്റെ ടാക്സ് പിടിക്കാനുള്ളത് ബാക്കി വെച്ചിട്ട് ആ എംപ്ലോയിനെ കൊണ്ട് വൈൽ ഫയലിംഗ് റിട്ടേൺ അടപ്പിക്കരുത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഒരു അപൂർവം ചില കേസുകളിൽ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് നിങ്ങളുടെ ടാനിൽ ആ TDS എമൗണ്ട് അടച്ച് വൈൽ ഫയലിംഗ് ക്വാർട്ടർലി റിട്ടേൺ ആ ടാൻ ഉൾപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ പാനിലേക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പൊ നിങ്ങളുടെ ഒരു നാച്ചുറൽ ഒരു ഡൗട്ട് വരും, പേ നൗ എന്തുകൊണ്ട് വരുന്നത്? സപ്പോസ് അതർ ദാൻ സാലറി ഇയാൾക്ക് പിന്നെ മറ്റു വരുമാനങ്ങൾ ഉണ്ടാവുമ്പോൾ 10% ഡിഡക്ഷൻ ആയിരിക്കും ബാങ്കിൽ ഡെപ്പോസിറ്റ് പിടിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഷെയറിന്റെ TDS പിടിച്ചിട്ടുണ്ടാവുക, ഡിവിഡൻഡ് പിടിച്ചിട്ടുണ്ടാവുക. പക്ഷേ അപ്പൊ അത് മതിയാവാതെ പോകുമ്പോൾ നമ്മുടെ സ്ലാബ് റേറ്റ് 15, 20, 25, 30ലേക്ക് കടക്കുന്ന ഒരാളാണെങ്കിൽ ഈ ആ ഷോർട്ട് ഫോൾ 20% നമ്മൾ പേ ചെയ്തേ പറ്റൂ. അത് ആ ഇൻഡിവിജ്വലിന്റെ ഉത്തരവാദിത്തമാണ്. വൈൽ ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം, സെൽഫ് അസസ്മെന്റ് ടാക്സ് 300 എന്ന് പറയുന്ന കോഡിൽ, ആൻഡ് കംപ്ലീറ്റ് പേയ്മെന്റ് വയ നെറ്റ് ബാങ്കിങ് ഓർ UPI. After payment, a challan details will be automatically updated in your return. Wait for 2 to 3 working days for challan to reflect before filing if paying close to the deadline. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഓരോരാളും വന്ന് പറയുന്നത്, സാർ ഞാൻ പേ ചെയ്തു, ഞാൻ അതിന്റെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മൈ റിട്ടേൺ, എന്നിട്ട് എനിക്ക് ഡിമാൻഡ് വന്നു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പേ നൗ കൊടുത്തിട്ട് കംപ്ലീറ്റഡ് ആയി സക്സസ്ഫുൾ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് പോയി നമ്മൾ ഈ പറയുന്ന സെൽഫ് അസസ്മെന്റ് അവിടെ ഒരു ടാക്സ് പേയ്മെന്റിൽ പോയി സെൽഫ് അസസ്മെന്റ് മോഡ്യൂളിൽ ഈ ഡാറ്റ കയറി വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയും ഇല്ല എങ്കിൽ നമ്മൾ പേ ചെയ്ത ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി ചെലാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഡാറ്റകൾ അതിൻ്റെ അകത്ത് BSR കോഡും ഡേറ്റ് ഓഫ് പേയ്മെന്റും എമൗണ്ടും ചെലാൻ സീരിയൽ നമ്പറും അടിച്ചു കൊടുത്ത് ക്ലെയിം കൊടുത്തിട്ട് വേണം സക്സസ്ഫുള്ളി വെരിഫൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ.
പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ്. അപ്പൊ പ്രിവ്യൂ ആൻഡ് റിട്ടേൺ ടു സീ. അപ്പൊ അവിടെ നോക്കാൻ എല്ലാവരും ചില ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ്. അതിൽ കംപ്ലീറ്റ് കാണാൻ പറ്റും ആ ക്രെഡിറ്റ് ഒക്കെ അതിൽ വന്നിട്ടുണ്ടോ. ക്ലിക്ക് പ്രൊസീഡ് ടു വാലിഡേഷൻ. ഇഫ് ദർ ആർ എറേഴ്സ് ദ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി പറയും വിൽ ഫ്ലാഗ് ദം വിക്സ് എറേഴ്സ് ബിഫോർ പ്രൊസീഡിങ്. അതും കൂടി ക്ലിയർ ചെയ്തിട്ടാകുമ്പോൾ ഈ വെരിഫൈ റിട്ടേൺ. അപ്പോൾ ITR ഈസ് വാലിഡ് ഓൺലി ആഫ്റ്റർ വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ ചെയ്യാതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ്. You must e-verify within 30 days of filing. If you do not verify within 30 days, your return is treated as not filed. Verification option, choose anyone. Aadhaar, OTP, net banking, bank account EBC, demat account, physical ITRV sign ചെയ്തിട്ട് ബാംഗ്ലൂരിൽ within 30 days ഉള്ളിൽ എത്താൻ പാകത്തിൽ അയക്കുവാണെങ്കിൽ after successful verification, you will receive an acknowledgement on your registered email. Your return status will show as successfully e-verified. After filing, what happens next? After e-verification, the Income Tax Department process your return. For most salaried individuals with no complex income, processing takes 15 to 45 days. You will receive an intimation under section 143(1) by email confirming whether your return is accepted and as filed. Or if there is any discrepancy, if selected or detailed scrutiny, read or guide on income tax notice in 2026. Cases selected go through income tax scrutiny assessment and may result in an income tax demand notice. If you are due a refund, it will be credited directly to your pre-validated bank account after processing. Refund processing typically takes 2 to 6 weeks after the intimation is issued. ട്രാക്ക് ചെയ്യാനും പറ്റും റീഫണ്ട് സ്റ്റാറ്റസ് ഓർ NSDL പോർട്ടലിൽ പോയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനും പറ്റും. പിന്നെയുള്ളതാണ് ചെറിയൊരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുന്നത് റോങ് അസസ്മെന്റ് ഇയർ. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. എന്താണ്? ഫോർ ഇൻകം ഏൺഡ് ഫിനാൻഷ്യൽ ഇയർ 25-26 ഏപ്രിൽ 25 to March 26 അസസ്മെന്റ് ഇയർ 26-27 ആണ് പറയുക. മെനി ഫയലേഴ്സ് സെലക്ട് ദ റോങ് അസസ്മെന്റ് ഇയർ വിച്ച് ക്രിയേറ്റ് സിഗ്നിഫിക്കന്റ് പ്രോബ്ലംസ്. വെരിഫൈ ദിസ് ബിഫോർ പ്രൊസീഡിംഗ്. Mistake 2, not verifying pre-filled data. Pre-filled data from Form 26AS and AIS can have errors or missing entries. Always cross-check against your actual Form 16 and bank statements before accepting. Not declaring all income sources. Anganeyum pattam. Savings account interest, FD interest, dividend income and freelance income must all be declared even if small. The AIS statement shows all transactions the tax department already knows about. Not declaring them creates mismatches and can trigger notices. Filing without e-verification ആവുമ്പോഴും many people submit the return and forget to verify. നേരത്തെ പറഞ്ഞതാണ്, അൺവെരിഫൈഡ് ആവുമ്പോൾ ആ റിട്ടേൺ ഇൻവാലിഡ് ആയതും. ആൾവേസ് കംപ്ലീറ്റ് e-verification immediately after submission. ഇനി മിസ്സിംഗ് ദ ഡെഡ് ലൈൻ. ദ ഡ്യൂ ഡേറ്റ് ഫോർ 25-26 ലാസ്റ്റിലേക്ക് കൊണ്ടുവരാതെ ലേറ്റ് ഫയലിംഗ് ഫീ 5000 അല്ലെങ്കിൽ 1000 വരാതെ അപ്ലൈസ് ആഫ്റ്റർ ദിസ് ഡേറ്റ്. അപ്പോൾ മോർ ഇമ്പോർട്ടൻ്റ്ലി ഇഫ് യു ഹാവ് എ ക്യാപിറ്റൽ ലോസസ് ടു ക്യാരി ഫോർവേഡ് ദേ കനോട്ട് ബി ക്യാരിഡ് ഫോർവേഡ് ഇഫ് ദി റിട്ടേൺ ഈസ് ഫയൽഡ് ലേറ്റ്. ചൂസിങ് റോങ് ടാക്സ്, അതും ഒരു മിസ്റ്റേക്ക് ഇപ്പം കണ്ടുവരുന്നതാണ്. വൺസ് യു പിന്നെ ഇത് നമ്മുടെ കമ്മീഷണർക്ക് റിവിഷനൊക്കെ പോകേണ്ട അവസ്ഥയിലേക്കാണ്. കാരണം ഓഫീസർക്ക് ഇൻകം കുറക്കാനോ അല്ലെങ്കിൽ ഇയർ മാറ്റാനോ അധികാരമില്ല. അപ്പോൾ എന്താണ്, കമ്മീഷണർ റാങ്കിലുള്ളവർക്ക് മാത്രമേ റിവിഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് അതിന് ബൈ മിസ്റ്റേക്കിൽ എനിക്ക് സംഭവിച്ചു പോയി എന്നുള്ളത് ഇയർ മാറ്റി ചൂസിങ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൺസ് യു ഫയൽ അണ്ടർ എ റീജിയം, ചേഞ്ചിങ് ഇറ്റ് റിക്വയർസ് ഫയലിംഗ് റിവൈസ് റിട്ടേൺ ബിഫോർ സെലക്ടിങ്. ഓൾവേസ് കാൽക്കുലേറ്റ് ടാക്സ് അണ്ടർ ബോത്ത് റീജിയംസ്. യൂസ് ദ ഓൾഡ് വേഴ്സസ് ന്യൂ ടാക്സ് റീജിയം കമ്പാരിസൺ ടു മേക്ക് ദ റൈറ്റ് ഡിസിഷൻ. ഇനി നോട്ട് റിക്കൺസിലിംഗ് ഫോം 26AS AIS, ഞാനത് പറഞ്ഞ കാര്യമാണ്. പിന്നെ വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫയലിംഗ് റിട്ടേൺ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 31st July ആണ്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് 5000 അപ്ലൈസ് ആഫ്റ്റർ ഡേറ്റ്, 1000 if the taxable income below 5000. Can I revise my ITR after filing? Yes. You can file a revised return to correct any mistake made in the original return. Under the new Income Tax Act 2025, the deadline for revised returns has been extended to 31st March of the assessment year with a fee compared to the earlier 31st December deadline. What happens if I do not e-verify my return? Invalid ആയിട്ട് മാറും ഇല്ലേ? 30 days your return is treated as not filed. You will need to file a fresh. Will attract late filing fee and interest. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒന്ന് ഷെയർ ചെയ്യാനുള്ളത്. എൻ്റെ നമ്പറാണ് 8547000114. നമുക്ക് ഇപ്പോൾ സമയം ഏകദേശം 9:45. അപ്പോൾ നമ്മൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാർ. എനിക്ക് തോന്നുന്ന 2
കാറ്റഗറി ആൾക്കാരെയും ഞാൻ ആവശ്യമുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു. അതായത് ചാർജ് അതെ. മെഡിക്കൽ ഓഫീസേഴ്സിന് DDOസിന് വരുന്ന പ്രധാന പ്രശ്നം ഈ TDS ഫയൽ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഫൈൻ വരുന്നതും, അതേപോലെ പേഴ്സണലി ITR ഫയൽ ചെയ്യുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ ഇപ്പം നമുക്ക് പേഴ്സണൽ ITR ഫയൽ ചെയ്യേണ്ട ഒരു സമയം ആയതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു സംശയങ്ങൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഒരു സംശയം വന്നിട്ടുള്ളത്, നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഒരു റെജീം ചൂസ് ചെയ്താൽ സബ്സിക്വന്റ് ഫിനാൻഷ്യൽ ഇയേഴ്സിൽ നമുക്ക് ഓൾഡ് വേഴ്സസ് ന്യൂ ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ അവർക്ക് റിവൈസ് ചെയ്യാം. അല്ല, റിവൈസ് ചെയ്യുന്നല്ല സാറേ. ഈ ഓൾഡ് റെജീം വേഴ്സസ് ന്യൂ റെജീം നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പം ഓൾഡ് റെജീം ചൂസ് ചെയ്താൽ അടുത്ത പ്രാവശ്യം ന്യൂ റെജീമും പിന്നീട് അത് തിരിച്ച് സാലറീഡ് എംപ്ലോയീസിന് മാത്രം, അത് ഓൺലി സ്വിച്ച് ചെയ്യാൻ പറ്റും. സാലറീഡ് എംപ്ലോയീസിന് മാത്രം ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ അയാൾക്ക് ലൈഫിൽ ഒരു പ്രാവശ്യം പുറകോട്ട് പോവാം. ഇപ്പോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്താ ന്യൂ റെജീമാണ് ഡിഫോൾട്ട് ആയിട്ട് വരിക. അപ്പൊ നമുക്കത് ലാഭമല്ല. സാലറീഡ് എംപ്ലോയീസിന് നമുക്ക് അവിടെ ഓൾഡ് റെജീമിലേക്ക് ഓപ്റ്റ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത വർഷം സാലറീഡ് എംപ്ലോയീസ് മീൻസ് ഇൻട്രസ്റ്റ് ഇൻകം മാത്രം, അതുപോലെ തന്നെ സാലറി ആണെങ്കിൽ അവർക്ക് ബിസിനസ് ഇൻകം പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലൈഫിൽ ഒരു പ്രാവശ്യം പോകാം. ഓക്കെ സാർ. അപ്പൊ അടുത്തൊരു ചോദ്യം എനിക്ക് തോന്നുന്നു ബാലാ സാർ ചോദിച്ചിരിക്കുന്നത് ഫോം 16 കമ്പൽസറി ആണോ എന്നുള്ളത്. അപ്പൊ ഇവിടെ അതിനായിട്ട് കൂടെ ചേർത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ നമ്മളിപ്പം ഈ കൂടുതലും ഡോക്ടേഴ്സും ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടാക്സ് കൺസൾട്ടന്റിനെ ആശ്രയിക്കുകയാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ പ്രോപ്പർ CA നമ്മൾ ചൂസ് ചെയ്യും. നമ്മൾ പലപ്പോഴും അതിന്റെ നമ്മുടെ റിട്ടേൺ പോർട്ടലിന്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഐഡിയലി അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. നമ്മൾ അവിടെ CA ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അതെങ്ങനെയാണ് പ്രോപ്പർലി ചൂസ് ചെയ്യേണ്ടത്, അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന്. ഒരു CAന്റെ ഒരു സർവീസസ് ഒരു സാധാരണ റിട്ടേൺ ഫയൽ ചെയ്യുമ്പം ആവശ്യമില്ല. ഒരു നമ്മൾക്ക് ഇതൊക്കെ ഇന്ന് വീഡിയോസ് ഒക്കെ ഹൗ ടു ഫയൽ പിന്നെ TDS റിട്ടേൺ, ഹൗ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ, നമുക്ക് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു CA അവിടെ എവിടെയാണ് വരുന്നത്? പ്രൊഫഷണൽ ഇൻകം ഒരു ഡോക്ടേഴ്സിന് സാലറിയുടെ പുറമേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ മാത്രമാണെങ്കിലും ഇഫ് ഇറ്റ് എക്സീഡ് 75 lakhs, ഞാൻ നേരത്തെ പറഞ്ഞു 75 lakhs എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, പിന്നെ ഓഡിറ്റബിൾ നിഷ്കർഷിക്കുന്നുള്ളൂ. സാർ ഓഡിറ്റബിൾ അല്ല ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഫയൽ ചെയ്യാൻ ITR 1 ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ. എങ്കിൽ പോലും കൂടുതൽ ആൾക്കാരും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചോദിച്ചത്. അതിനകത്ത് ഒരു ചോദ്യം വന്നിട്ടുള്ള ഫോം 16 അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ഓഫീസുകളിൽ നിന്നൊക്കെ ഫോം 16 കിട്ടുന്നതിന് ഞാൻ പറയാം, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു TDS എന്റെ അനുഭവത്തിൽ ഇപ്പൊ ഈ ഒരു 1 വീക്കില് പല DDOമാരും ഞാൻ ബന്ധപ്പെടുന്ന ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ, കാരണം പല ഡിമാൻഡുകളുടെ ബേസിൽ അവർ എന്റെ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ട് ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിട്ടേൺ, ആനുവൽ TDS റിട്ടേൺ ഫയൽ ചെയ്തോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഫയൽ ചെയ്തിട്ടില്ല സാർ, നമ്മുടെ ഓഫീസിൽ എല്ലാവർക്കും 12.25 ലക്ഷം താഴെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഫോം 16 ഡൗൺലോഡ് ചെയ്യുക? നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റിൽ എംപ്ലോയീസിൽ ഞാനിപ്പോൾ കണ്ടത് ഒരു സ്പാർക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആണ് നിങ്ങൾ ബില്ല് ഉണ്ടാക്കുന്നത്. ആ സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ എടുക്കുന്ന ഒരു പ്രിന്റ് ഔട്ട് ആണ് സൈൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഫോം 16 ഒഫീഷ്യലി ഒതന്റിക് ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ദോസ് ഹു ആർ ഹാവിംഗ് മോർ ദാൻ 4 lakh അവരുടെ പിന്നെ 24Q ഇപ്പം 4th ക്വാർട്ടർ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ലക്ഷത്തിന് മേലെയുള്ളവരെല്ലാരെയും ഈ പറയുന്ന ഇൻകത്തിൽ ഉൾപ്പെടുത്തി അവർ ടാക്സ് വരുന്നുണ്ട്. 87A എന്ന് പറയുന്ന അപ് ടു 60,000 റിബേറ്റ് കൊണ്ടാണ് അവർക്ക് ടാക്സ് ഇല്ലാതാവുന്നത്. അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ഫോം 16ന്റെ പാർട്ട് B ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടിന് ഷെയർ ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾ ഓറലി പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റിംഗിൽ കൊടുക്കുന്നതോ കാര്യമായിരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പോൾ അവിടെ ഒരു ടെൻഡൻസി വരുന്നുണ്ട്, നമുക്ക് അതിനെ കുറക്കാം. അതേസമയത്ത് ഒരു DDO അവരുടെ റെക്കോർഡ് പ്രകാരമുള്ള സാധനം മീൻസ് വാല്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഓട്ടോ ഫിൽഡ് ആയിട്ട് വരികയും അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അലേർട്ട് മെസ്സേജ് വരികയും അവിടെ ഒരു കുറക്കാനുള്ള ഒരു അവസ്ഥ വരില്ല. അപ്പോൾ ഓതന്റിക് ആയിട്ട് ഫോം 16 എന്ന് പറയുന്നത് ക്വാർട്ടർലി റിട്ടേൺ അപ്ലോഡ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. സംശയം? അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് ഫോം 16 കൊടുക്കാമോ എന്നുള്ള ചോദ്യത്തിൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹത്തിന് AISൽ എന്തായിരിക്കും വന്നിട്ടുണ്ടാവും? ഒന്നും വന്നിട്ടുണ്ടാവില്ല. ഈ ക്വാർട്ടർലി റിട്ടേൺ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റും ഈ പറയുന്ന AISഉം 26AS നോക്കിയിട്ട് തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത്.
അക്കൗണ്ടന്റോ ഒരു പ്രാക്ടീഷണറോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയും നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇദ്ദേഹം സൈൻ ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫ് ഓഫീസിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് 10 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം എഴുതി കൊടുത്താൽ 5 ലക്ഷം വെച്ച് ഫയൽ ചെയ്യും. പക്ഷെ അത് തെറ്റാണെന്നാണ് ഞാൻ പറയാനുള്ളത്. ബാല സാർ അത് ക്ലിയർ ആയോ? സംസാരിക്കോ? Sir, one suggestion. യെസ്. You collect your queries from members ഓക്കെ and send it to Prakashan through email, ഓക്കെ so that whatever we address, it can be, ഡെഫിനറ്റ്ലി ഐ വിൽ because online it is not possible to address all the queries, no? ഓക്കെ അങ്ങനെ that- ചെയ്യാം. We will do that. Whatever in the chat box, you collect it ഓക്കെ and send it to him, and we will try to address that. ഷുവർ That will be better, I think. ഷുവർ സാർ. That is my simple suggestion. Then we can. That we will do, sir. That we will do. ബാല സാർ അൺമ്യൂട്ട് ചെയ്തോ? സാറേ ഡൗട്ട് ആയിട്ടില്ല സാറേ. സാർ നമ്മൾ ഡി ഡി വേറെ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ഈ ട്രേസിൽ എങ്ങനെ സാറേ KYC ചേഞ്ച് ചെയ്യാൻ പറ്റുക? സാറേ കേൾക്കുന്നില്ല. പ്രകാശൻ സാർ അൺമ്യൂട്ട് ചെയ്യോ? കേൾക്കുന്നില്ലല്ലോ. സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴോ? അല്ലല്ല. ഇപ്പോഴോ? ഓക്കെ സാർ ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ആ കേൾക്കാം. എന്താ സാർ ചോദിച്ചത്? സാറേ നമ്മുടെ പ്രൊഫൈലില് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താണ് സ്ക്രീൻഷോട്ട് ഒരു ഫയലിലെടുത്ത് വെച്ചാൽ, അതായത് ഒരാള് പിന്നെ നമുക്ക് TDS റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 4 ക്വാർട്ടർ ആണെന്നും, ഫസ്റ്റ് ക്വാർട്ടർ TDS ഉണ്ടെങ്കിൽ ഫയൽ ചെയ്താൽ മതി, സെക്കൻഡ് ക്വാർട്ടർ TDS ഉണ്ടെങ്കിൽ ഫയൽ ചെയ്താൽ മതി, തേർഡ് ക്വാർട്ടർ TDS ഉണ്ടെങ്കിൽ ഫയൽ ചെയ്താൽ മതി. പക്ഷേ ഫോർത്ത് ക്വാർട്ടറിൽ ദോസ് ഹു ആർ ഡ്രോയിങ് മോർ ദാൻ 4 lakh income in a year has to file their names and details should be incorporated while filing 24Q. Then only Form 16 കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിത്തിൻ 72 hours the same has been processed and with or without default എന്നുള്ളത് കാണാൻ പറ്റും നമ്മുടെ ട്രേസസ് സൈറ്റിൽ. നമ്മുടെ ഒഫീഷ്യൽ ഇമെയിൽ ID നമ്മുടെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജും വരും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വിത്തിൻ 24 hours ഒരു മെസ്സേജ് വരും, യു ആർ ഫയലിംഗ് ദർ ഇസ് എ മിസ്റ്റേക്ക്, ദിസ് മിസ്റ്റേക്ക് ക്യാൻ ബി കറക്റ്റഡ് വിത്തിൻ 1 days എന്നുള്ള മറ്റൊരു ടൈം വന്നാൽ അന്നേരം തന്നെ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, പിന്നെ ആ ഡിമാൻഡ് ആയി വരുന്നതിന് മുമ്പിൽ ഒരു ഇൻറ്റിമേഷൻ. അപ്പോൾ ഇതൊന്നും നമ്മൾ DDOsമാർ അറിയുന്നില്ല. ഇവരുടെ ഏജൻസിന്റെ മെയിലും മൊബൈലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈറ്റിൽ കയറിയിട്ട് ട്രേസസിൽ യൂസർ ID പാസ്വേഡ് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ പാസ്വേഡ് തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഡിസ്ക് വെച്ചിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ OTP വരും. ആര്? രണ്ടാമത് സക്സസർ ചേഞ്ച് ചെയ്ത് നിങ്ങൾ എൻഷുർ ചെയ്തിട്ട് വേണം പോകാൻ. സക്സസറിന്റെ മൊബൈലിലേക്കാണ് OTP പോവുക, അത് ഉറപ്പാക്കാൻ. സാർ ആ KYC എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇപ്പൊ നേരത്തെ ട്രേസ് വേറെ DDO ജോയിൻ ചെയ്യുമ്പോൾ പഴയ DDO ആ ട്രേസിൽ കയറിയിട്ട് പുതിയ DDO വന്നിട്ട് ട്രേസിൽ കയറിയിട്ടാണ് പുതിയ DDO ട്രേസസ് കയറുമ്പോൾ നിങ്ങൾ കൊടുത്ത പാസ്വേഡിൽ കയറിയിട്ട് പ്രൊഫൈലിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട് തരാം. പിന്നെ സാറ് ഷോർട്ട് ഡിഡക്ഷൻ ഡിമാൻഡ് വന്നിട്ട് 10 വർഷം മുന്നുള്ള DDOക്ക് നോട്ടീസ് വന്നിട്ട് ഇപ്പോ. അപ്പൊ അത് അന്വേഷിച്ചപ്പോ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഇനി ചെയ്യാൻ കഴിയില്ല, ഇനി നിങ്ങൾ ഹൈക്കോടതി കേസ് കൊടുത്താൽ റിട്ട് ഫയൽ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്താന്ന് മനസ്സിലായില്ല. അല്ല, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ ഡിമാൻഡ് ആസ് എ TDS ഓഫീസർ എന്ന നിലയിൽ ഞാനിപ്പോൾ 10 കൊല്ലത്തെയും 12 കൊല്ലത്തെയും ഡിമാൻഡ് കളക്ട് ചെയ്യണം എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ ഫയൽ ചെയ്യാത്തവർക്ക് നോട്ടീസ് അയക്കുക, ഫയൽ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഡിമാൻഡുള്ള കേസിൽ കളക്ട് ചെയ്യുക. അപ്പോൾ ആസ് എൻ ഓഫീസർ നമ്മൾ ലെറ്റർ അയക്കുമ്പോൾ അവർ വന്നിട്ട് നിങ്ങളിപ്പോൾ ഈ പറയുന്ന മാതിരി എൻ്റെ അടുക്ക പറയാറുണ്ട്. അതായത് സാർ പിന്നെ പഴയ കാലത്തുള്ള പ്രൊഡ്യൂസേഴ്സ് പിന്നെ ഒന്നുകിൽ ശ്രദ്ധ കൊടുത്തില്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇത്തരം ഈ പിന്നെ പഴയ വർഷങ്ങളിലേക്ക് ഇങ്ങനെ പെൻഡിങ് കിടക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇമെയിൽ IDയും നമ്മുടെ മൊബൈൽ നമ്പറും അല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഒട്ടുമിക്ക ആൾക്കാരുടെയും ഡിമാൻഡിന്റെ ഇൻറ്റിമേഷൻ ഞാൻ പോയത് ശ്രദ്ധിക്കുമ്പോൾ അപ്പൊ അതിന്റെ ഉത്തരവാദി ആരാണ്? DDO തന്നെയാണ്. DDO അതിനെ വെരിഫിക്കേഷൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതല്ല എന്ന് പറയാൻ പറ്റുമോ?
അപ്പോൾ ഇൻറ്റിമേഷൻ പോയിട്ടുണ്ട്. ബൈ പോസ്റ്റ് പോകാത്തത് ഇപ്പോഴത്തെ ആക്ട് നിങ്ങൾക്കറിയാമല്ലോ, ഇമെയിൽ വഴി ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാലിഡ്. സോ അപ്പോൾ ഇനി നിങ്ങളോട് ഓഫീസർ പറഞ്ഞു ഹൈക്കോടതിയിൽ പോയി റിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേ ഇല്ലാത്തിടത്തോളം കാലം ആ ഓഫീസർക്ക്, ആ കൺസേൺഡ് ജുഡീഷ്യൽ ഓഫീസർക്ക്, TDO ITO TDS കണ്ണൂർ ആയാലും ITO TDS കാസർഗോഡ് ആയാലും തിരുവനന്തപുരം ആയാലും കൊച്ചി ആയാലും അദ്ദേഹത്തിന് കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം ആ എംപവേർഡ് ഓഫീസർ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹൈക്കോടതി പോയി സ്റ്റേ ചെയ്യുമ്പോൾ നമ്മളൊരു ജുഡീഷ്യറി അവിടെ സ്റ്റേ കൊടുക്കുന്നുണ്ട്. എന്താണ്, എന്തെങ്കിലും ഒരു അൾട്ടിമേറ്റം കൊടുക്കും, അല്ലാണ്ട് ഇത് അടക്കണ്ട എന്ന് കൊടുക്കൂല. കാരണം അതെ, പാൻ എറർ ഞാൻ പറയാം സർ, ഇത് ഫയൽ ചെയ്ത സമയത്ത് വിതിൻ 3 days ദിസ് ഹാസ് ബീൻ പ്രോസസ്ഡ് ആൻഡ് ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര സമയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 2024 മുമ്പേ ഇത് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ പാൻ ആധാർ കറക്റ്റ് പാൻ കൊടുത്തിട്ടും ഫയൽ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ കറക്ഷൻ്റെത് ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു, ആക്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നു. മോർ ദാൻ ബിയോണ്ട് 2 years യു കനോട്ട് ഡു എനിത്തിങ്, അത് പേ ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് നിങ്ങൾ കോടതി പോയാലും കോടതി പറയും ഇതിന്റെ ഉത്തരവാദി ആരാണോ അവർക്ക് NLC കൊടുത്താൽ ആ NLC കൊടുത്ത വ്യക്തിയാണ് നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഷോൾഡർ ചെയ്യും. അവർ റിട്ടയർ ചെയ്ത് പോയാൽ അയാൾക്ക് NLC കൊടുത്തിട്ടാണല്ലോ അദ്ദേഹം റിട്ടയർ ചെയ്ത് പോയത്. അപ്പോൾ ആ NLC കൊടുത്തവർ ആരാണ്, അയാൾക്ക് ആരാണോ കൊടുത്തത്, ഇത് ലീഗലി പോയി കഴിഞ്ഞാൽ NLC കൊടുത്തവർ ഷോൾഡർ ചെയ്യും. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി ആ കൺസേൺഡ് പേഴ്സൺ ആരാണ്, അവരെ കണ്ടെത്തി ഇങ്ങനെ ഒരു ലയബിലിറ്റി ഉണ്ട്, നിങ്ങളുടെ ഒരു കുറ്റം കാരണം ഞാൻ എന്തിന് ഇതിന് ബേർഡൻ വഹിക്കണം. അപ്പോൾ നമ്മളൊരു ലോഹ്യത്തിന്റെ പേരിൽ പറഞ്ഞ് ചെയ്യിക്കേണ്ട, അല്ലെങ്കിൽ അദ്ദേഹം നിയമപരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിയമപരമായിട്ട് ഫയൽ ചെയ്യാം. കാരണം നിങ്ങളെ കുറ്റമല്ലല്ലോ. നിങ്ങളിപ്പോൾ കഴിഞ്ഞ കൊല്ലം ചാർജ് എടുത്തൊരു ഓഫീസർ പഴയ കൊല്ലത്തെ ഡിമാൻഡ് പാൻ എറർ കൊണ്ടുവന്നു. അപ്പോൾ ബിയോണ്ട് 23-24 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കറക്ഷൻ അനുവദനീയ എന്നാൽ കഴിഞ്ഞ കൊല്ലം പറ്റുമായിരുന്നു, കഴിഞ്ഞ വർഷം പറ്റുമായിരുന്നു സാർ. 6 years 18-19 ഓൺവേർഡ്സ് ഇങ്ങോട്ടേക്കുള്ള കേസെല്ലാം നിങ്ങൾക്ക് കറക്ഷൻ ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അതെല്ലാം ചെയ്തു, ലേറ്റ് എല്ലാം ചെയ്തു. ഈ 12-13 2 വർഷത്തിലാണ് ഷോർട്ട് ഡിഡക്ഷനിൽ ബാനറുകൾ എടുക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അടുത്ത ചോദ്യം സാറേ, ഇപ്പൊ ബിലോ 4 lakh ഇപ്പം ഇൻകം ടാക്സ് TDS ITR വേണ്ടെന്നാണല്ലോ. ഇപ്പൊ ഈ 194J ഒരു കോൺട്രാക്ട് സ്റ്റാഫിന്റെ 194J പിടിക്കുന്നത് ബിലോ 4 lakh ആണെങ്കിൽ ഞാൻ TDS പിടിക്കണോ വേണ്ടയോ? അല്ല, അദ്ദേഹം എന്താണ്, ഡോക്ടറാണോ, പ്രൊഫഷണൽസ് ആണോ? കോൺട്രാക്ട് ലാബ് ടെക്നീഷ്യൻ ആവാം, ഫാർമസിസ്റ്റ് ആവാം. പ്രൊഫഷണൽ പേയ്മെന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ 10% കട്ട് ചെയ്യണം, പിടിക്കണം. അത് അന്നേരം ഈ സ്ലാബ് റേറ്റ് അല്ല, അത് സാലറി അല്ല അവർക്ക് കൊടുക്കുന്നത്, അവർ കോൺട്രാക്ട് ബേസിലാണ്. അപ്പൊ അതിന് ത്രിഷോൾഡ് ലിമിറ്റ് ആണ് അവിടെ അപ്ലൈ ചെയ്യാം. എത്രയാണ്? 50,000 in a year. പ്രൊഫഷണൽ പേയ്മെന്റ് 50,000 in a year. കഴിഞ്ഞ അപ് ടു 31st March 2026 30,000 in a year. Okay. If it exceeds 30,000, you should deduct TDS at the rate of 10%. Like that, from 1/4/2026 onwards, the threshold limit enhanced up to 50,000. അപ്പൊ സാർ, അപ്പൊ അവർക്ക് നമ്മൾ 4th quarter ഫയൽ ചെയ്തിട്ട് കൊടുക്കേണ്ട ഫോം 16 തന്നെയാണ് അതിന്റെ പേര്? 16A. അതെ, 16. അതൊരു കൺഫ്യൂഷൻ ആണ് സാർ. അവർക്ക് അതർ ദാൻ സാലറി ആണത്. അത് ഇൻട്രസ്റ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് TDS സർട്ടിഫിക്കറ്റ് തരുന്ന മാതിരി അതാണ് 16A എന്ന് പറയാം. അപ്പം 50,000 ഉള്ള എല്ലാവർക്കും ഇത് 194 പിടിച്ചിരിക്കണം, ഇൻകം ടാക്സ് നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അവർക്ക് സ്ലാബ് റേറ്റ് അല്ല, അവർ നമ്മുടെ ഈ 4 ലക്ഷം എന്നുള്ള കണ്ടീഷൻ അല്ല, അല്ലെങ്കിൽ 12 ലക്ഷത്തിൽ നിന്നുള്ള കണ്ടീഷനും അല്ല അവർക്ക്. ഇനി ആഫ്റ്റർ ദാറ്റ് അവർ ഫയൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻകം കാണിച്ചിട്ട് 12 ലക്ഷം താഴെ ആണെങ്കിൽ അവർക്ക് ആ TDS റീഫണ്ട് കൊടുക്കും. ഇനി അല്ല അദ്ദേഹത്തിന് അല്ല അവരുടെ സാലറി അല്ല, അത് അവർക്ക് കോൺട്രാക്ട് ബേസിൽ സെക്ഷൻ 192 പ്രകാരമുള്ള അല്ലെങ്കിൽ 393 എന്ന് പറയുന്ന സാലറി മാത്രമേ, 392 പുതിയ സെക്ഷൻ 392. അപ്പോൾ നമ്മളിപ്പോൾ ഒരു TDS റിട്ടേൺ, ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട് ഈ പേയ്മെന്റ്, നേച്ചർ ഓഫ് പേയ്മെന്റിന്റെ സെക്ഷൻ എന്താണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഈ അപ് ടു 31st March വരെ 192 ആണ് കൊടുക്കുക, 92B ആണ് സെക്ഷൻ കോഡ്. ഇനി അത് 393 ആണ് അപ്പോൾ സാലറി. മറ്റേത് ഈ പറയുന്ന 194J എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇഫ് ഇറ്റ് എക്സീഡ്സ് 50,000 അല്ല 30,000 കഴിഞ്ഞ കൊല്ലം ഈ 50,000 ഈ വർഷം കൊടുക്കുമ്പോൾ സിസ്റ്റം അതിന് റേറ്റ് അപ്ലിക്കബിൾ എടുക്കും.
മോർ ദാൻ ദാറ്റ് എത്രയാണോ വരുന്നത് എൻറ്റയർ എമൗണ്ടിനും 10% TDS പിടിക്കും. സാർ ഇപ്പൊ അവര് ചോദിച്ച ഡൗട്ട് ഇനി അവർക്ക് തിരിച്ച് റിട്ടേൺ കിട്ടാൻ അവർ എന്താ അപ്പൊ ഞാൻ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ട് കാണാൻ പറഞ്ഞു. ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. അവരെന്താ പറഞ്ഞത്, അവര് നിയറസ്റ്റ് ഇൻകം ടാക്സ് ഓഫീസിൽ പോയി ഞങ്ങളുടെ ആസ്ക് സെന്ററിൽ ചെന്നാൽ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ്. കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോകുമ്പോൾ അയാളെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ഒരാള് ഫീസ് വാങ്ങിക്കുന്നത് ഇവരുടെ അത് കപ്പാസിറ്റി ഉള്ളവർ ചെയ്തോട്ടെ, ഞാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട് തരം താഴ്ത്തുന്നതോ ഒരിക്കലും അല്ല. അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുമോ സാർ? നമ്മളെ ഇതിന്റെ യൂട്യൂബ് ഉണ്ട്, ഇതിൽ ഹൗ ടു ഫയൽ യുവർ ഇൻകം ടാക്സ് റിട്ടേൺ. ഈ അവർക്ക് ITR 1 അല്ലല്ലോ, ITR 4 4 നമുക്ക് അതിന്റെ 8% അതുപോലെ തന്നെ അതിന്റെ 50 പ്രൊഫഷണൽ ആകുമ്പോൾ 50% ഇൻകം എടുത്ത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡോക്ടേഴ്സ് പിന്നെ പ്രൊഫഷണൽ പേയ്മെന്റ് കിട്ടുന്ന മാതിരി തന്നെയാണ് നിങ്ങൾ ഈ ബേസിൽ ഇയാളെ പ്രൊഫഷണൽ പേയ്മെന്റ് ലാബ് ടെക്നീഷ്യനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൊടുക്കുന്ന പ്രൊഫഷണൽ പേയ്മെന്റ് 10% പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ 50% ഇൻകം കാണിച്ചിട്ട് അയാളുടെ TDS പിടിച്ച തുക മുഴുവൻ റീഫണ്ട് വാങ്ങിക്കാവുന്നതാണ്. സാറേ ഫോം 16 കൺഫ്യൂഷൻ. അത് നമ്മളിപ്പോ എല്ലാ വർഷവും ഫോം 16 ഓഫീസിൽ നിന്ന് കിട്ടും, മിക്കവാറും ഡേറ്റ് ആയിട്ടൊക്കെ വരും. അപ്പം ഈ ഫോം 16 ഇല്ലാതെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് CA-ക്കാർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? സ്പാർക്ക് എന്നുള്ള നമ്മുടെ ഒരു വ്യക്തി സാറ് കൊണ്ടുപോയിട്ട് സാറിന്റെ പിന്നെ ഫോം 16 അല്ലാത്തൊരു സാധനം ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് കൊടുത്താൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിങ്ങൾ പറയുന്നത് വെച്ചിട്ടല്ലേ കൊടുക്കുക. AES വരണമെങ്കിൽ AES വരേണ്ട അത്യാവശ്യകത ഉണ്ടല്ലോ. ദോസ് ഹു ആർ ഹാവിംഗ് മോർ ദാൻ 4 lakh സാലറി എന്നുള്ളത് 24Q ഉൾപ്പെടുത്തണം, എങ്കിൽ ഫോം 16 കിട്ടും. ഫയൽ ചെയ്യാത്ത ഫോം 16 കിട്ടില്ല. അല്ല, ഞാൻ ചില ഡോക്ടേഴ്സ് ഒക്കെ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഫോം 16 മേടിക്കാതെ തന്നെ CA റിട്ടേൺസ് ഫയൽ ചെയ്യുന്നുണ്ട്. അത് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത സാധനം വെച്ചിട്ട് ഫയൽ ചെയ്യുന്നു. നാളെ നിങ്ങളുടെ കേസ് സ്ക്രൂട്ടിനിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ കേസ് സപ്പോസ് കേസ് സെലക്ടഡ് ഫോർ സ്ക്രൂട്ടിനി ഫോർ എനി റീസൺ, നിങ്ങൾക്കറിയാലോ കേസ് സെലക്ടഡ് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിക്കുക, നിങ്ങൾ കാണില്ല, ഫേസ്ലെസ് ആണ്. ഒരു ഓഫീസർ നിങ്ങൾക്ക് വന്ന മെയിൽ വരും, നിങ്ങളുടെ കേസ് ഹാസ് ബീൻ സെലക്ടഡ് ഫോർ സ്ക്രൂട്ടിനി, you should file supporting evidences of income declared by you. അന്നേരം അദ്ദേഹത്തിന്റെ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത ഒരു സംഭവം പോരാ. അന്നേരം അവർ ഓതന്റിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഫോം 16 ചോദിക്കും. അന്നേരം നിങ്ങൾ എന്തെങ്ങനെയാ കൊടുക്കുക? അന്നേരം പിന്നെ നിങ്ങളെ DDOന്റെ കൗണ്ടർ സൈൻ ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് കൊടുക്കും അല്ലേ? അതാണ് സപ്പോർട്ടിങ് എവിഡൻസ് ആണ് വൈൽ സ്ക്രൂട്ടനൈസിങ് യുവർ റിട്ടേൺ. സ്ക്രൂട്ടനൈസിംഗ് എന്ന് പറയുമ്പോൾ സ്ക്രൂട്ടിനിക്ക് എടുത്താൽ, അല്ലാത്ത കേസിൽ നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്താലും വൈൽ പ്രോസസിങ് റിട്ടേൺ, അതൊന്നും റിട്ടേൺ പ്രോസസ് ചെയ്യുമ്പോൾ ദർ ഈസ് നോ സ്ക്രൂട്ടിനി വാട്ട് എവർ ക്ലെയിം. അപ്പോൾ ഇപ്പോൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തവർ കുറച്ചും കൂടി വാച്ച് ചെയ്യാൻ തുടങ്ങി, ഹൈ റീഫണ്ട് ക്ലെയിം ചെയ്യുന്നവരും കുറച്ച് വാച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഒരു 5000-10,000 രൂപയെല്ലാം റീഫണ്ട് ക്ലെയിം ചെയ്തവരിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ മോർ ദാൻ 20,000 എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, നിങ്ങൾ ഫയൽ ചെയ്തവർക്ക് അടുത്ത കാലത്തൊന്നും ഇപ്പൊ ഈ ഫയൽ ചെയ്ത റിട്ടേൺസ് ഒന്നിലൊന്നും പ്രോസസ് ചെയ്തില്ല. അത് അണ്ടർ വെരിഫിക്കേഷൻ നടക്കുക. അതായത് അയാൾ ലാസ്റ്റ് ഇയർ ക്ലെയിം എന്തായിരുന്നു, എങ്ങനെ അയാൾക്ക് ഇത്രയും ഒരു സാലറിയുടെ പേഴ്സന്റെ ഹെഡിൽ നിന്ന് റീഫണ്ട് പോവാന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കഴിഞ്ഞ ഒരു 4-5 years ഏകദേശം നമ്മുടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ 22 പേര് ബോഗസ് ക്ലെയിം ചെയ്തിട്ട് CBI കേസെടുത്ത് അണ്ടർ സ്ക്രൂട്ടിനിയിലുള്ളത്. ഗവൺമെന്റ് എംപ്ലോയീസ്, പോലീസ് ഉണ്ട്, നേവി ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് ഓഫീഷ്യൽസും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പം പ്രോസിക്യൂഷന്റെ അണ്ടറിലേക്ക് പോവാണ്, അവരൊക്കെ ജോലിന്റെ എഫക്റ്റ് തന്നെ ബാധിച്ചിരിക്കുക. അപ്പം നമ്മൾ ഇപ്പം എങ്ങനെ സംഭവിച്ചത്, അവരുടെ റീഫണ്ട് ക്ലെയിം ചെയ്തു. ഇങ്ങനെ ചില അക്കൗണ്ടന്റുമാരെയോ അല്ലെങ്കിൽ ചില ആൾക്കാർ അവരെ പ്രലോഭിപ്പിക്കും, നിങ്ങൾക്ക് ഇത് റീഫണ്ട് വാങ്ങിച്ചു തരാം, അപ്പോൾ 10% എനിക്ക് തന്നാൽ മതി എന്നുള്ള ആ പ്രലോഭനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രാവശ്യം ഒരാൾക്ക് കിട്ടും, ഞാൻ എന്നിട്ട് മറ്റാളോട് പറയും. അങ്ങനെ ക്ലെയിം ചെയ്തിട്ട് റീഫണ്ട് വാങ്ങിച്ചവരെ കേസ് സെലക്ഷൻ ആക്കി. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരെന്താ പറയുന്നത്, പ്രൂഫ് ഇല്ല. നിങ്ങളുടെ ക്ലെയിം ഇടുമ്പോഴല്ലേ, അതായത് കിട്ടിയ സാലറി ഒന്നുകിൽ കുറച്ചു, അല്ലെങ്കിൽ സാലറിന്റെ പുറമെ ഡിഡക്ഷൻസ് ഇല്ലാത്ത ഡിഡക്ഷൻസ്, ഫാദർ ഇൻ ലോന് എടുക്കുന്ന റെന്റ് കൊടുത്തു എന്ന് പറയുന്നതിന്റെ ഒരു പ്രൂഫ്. ഞാനൊരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ ക്യാൻസർ, എയ്ഡ്സ് എന്നിവ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നിവ ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്തിട്ട് റീഫണ്ട് വാങ്ങിച്ചവരെയാണ് ഈ സ്ക്രൂട്ടനൈസിൽ പെട്ട് അവരിപ്പോ അണ്ടർ വെരിഫിക്കേഷനിലുള്ളത്. അല്ല സാറേ, അല്ല നമ്മളിപ്പോ ഫോം 16 സാധനം എന്ന് പറയുന്നത് നമ്മൾ സ്പാർക്കിലുള്ള നമ്മുടെ ഗ്രോസ് ഇൻകം ടാക്സ് ഇപ്പൊ 26 AS നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ടാക്സ് പിടിച്ചതും സെയിം വാല്യൂ ആണെങ്കിൽ ഓക്കെ,
അയാൾക്ക് വേറൊന്നും വേണ്ട. ഇപ്പൊ ഞാനതാ പറയുന്നത്, അയാൾക്ക് നിങ്ങൾക്ക് ആ 26 AS കണ്ട വരുമാനം അല്ലെങ്കിൽ മാത്രമേ അതിന്റെ പ്രൂഫ് കൊടുക്കണ്ടൂ. ഈ നിങ്ങളുടെ ഈ സ്പാർക്കിന്റെ പേപ്പറും വേണമെന്നില്ല. ഓക്കെ. അപ്പൊ സ്പാർക്കിൽ നിന്ന് നമുക്ക് ഗ്രോസ് ഇൻകവും കിട്ടി, നമ്മുടെ ഇൻകം ടാക്സ് ഡിഡക്ഷനും കിട്ടിയെങ്കിൽ മാച്ചിങ് അത് 26 AS ആയിട്ട് മാച്ചിങ് ആണെങ്കിൽ ശരിക്കും ഫോം 16 ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ. 26 AS അത് എങ്ങനെ വരും സാർ? എംപ്ലോയർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമല്ലേ വരുള്ളൂ, ഇല്ലാത്തിടത്തോളം വരില്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 24Q ഈവൻ 10 ലക്ഷം സാലറി മേടിച്ച ഒരാളത് TDS ഇല്ല, വേണ്ടല്ലോ. ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം മേടിച്ചവർക്കും 12 ലക്ഷമായി, അവർക്കും TDS വേണ്ട. അപ്പോ നിങ്ങൾ TDS ഇല്ലാത്തവരെ ഈ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവരെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ എന്താവും സ്ഥിതി? ചാർട്ടേഡ് അക്കൗണ്ടിനോട് കൂപ്പിയിട്ട് എന്റെ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ 26 AS സാലറി നിൽ ഒന്നുമില്ല അവിടെ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും പിന്നെ ഫയൽ ചെയ്യാം. അത് അയാൾക്ക് മിസ്റ്റേക്ക് ഒന്നുമില്ല. അയാൾ നിങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്തതും അതിന് ഒരു എവിഡൻഷ്യൽ വാല്യൂ ചിലപ്പോൾ അയാൾ IP അഡ്രസ് കിട്ടുമായിരിക്കും. ഓൺലൈനിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഈ ഫോം 16 നമ്മുടെ LS-ന്റെയോ സൂപ്പറിന്റെ സിഗ്നേച്ചർ ഒന്നും വേണ്ട. പോരാ ഒന്നും വേണ്ടല്ലോ. ഇപ്പൊ ഡിജിറ്റൽ നിങ്ങൾ ഫയൽ ചെയ്ത സാധനം ഡൗൺലോഡ് ചെയ്ത് ദർ ഈസ് നോ നെസസറി ഓഫ് ദ ഡിജിറ്റൽ സിഗ്നേച്ചർ. അത് വെരിഫൈഡ് ആണ്. സപ്പോസ് നമ്മളിപ്പോ ഇൻകം ടാക്സ് ഡിഡക്ഷൻ സ്പാർക്കിൽ പിടിച്ചതും 26 AS ആയിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? യഥാർത്ഥമായിട്ട് എന്താണോ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 26 AS കൂടുതലും അല്ലെങ്കിൽ AS കൂടുതൽ വന്നു എന്ന് വെച്ചോ, അത് ഫയൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞു AS-ന്റെ റൈറ്റ് കോർണറിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നിങ്ങളുടെ റെസ്പോൺസ് കൊടുത്തുകൊണ്ട്, അതായത് എനിക്ക് ഇത്രയില്ല, എൻ്റെ യഥാർത്ഥമായിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചുകൊണ്ട് ഫയൽ ചെയ്യാം. ഇനി കുറവാണെങ്കിൽ യു ക്യാൻ എഡിറ്റ്. അതിന് ആരെയും കംപ്ലൈൻറ്റ് ചെയ്യണ്ട. നിങ്ങളുടെ പ്രിഫിൽഡ് ഡാറ്റയിൽ ഡാറ്റ കംസ് ലോവർ ദാൻ ദാറ്റ് ആക്ച്വൽ, യു ക്യാൻ മേക്ക് എഡിഷൻ. അപ്പോൾ സിസ്റ്റം പറയും നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടേ, അത് ഉറപ്പ് വരുത്തണേ എന്നുള്ളൊരു റെഡ് കളറിലുള്ള ഒരു അലേർട്ട് വരും. അത് ഒന്ന് ശ്രദ്ധ കൊടുത്തിട്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. കാരണം ബിക്കോസ് യു ഹാവ് ഇൻക്രീസ്ഡ്, ബട്ട് വെൻ യു ആർ ഡിക്രീസിങ് എൻ എമൗണ്ട്, സിസ്റ്റം അത് നാളെ വേറൊരു സ്ഥലത്തിലേക്ക് അതിനെ ഫോളോ ചെയ്യുകയും നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ദർ ഈസ് എ മിസ് മാച്ച്. ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻകം കൂട്ടുമായി. ഇപ്പം ഞാൻ പറയാ കോപ്പറേറ്റീവ് ബാങ്കിലെ ഇപ്പം 50 കോടിക്ക് മേലെ ടേൺ ഓവറുള്ള കോപ്പറേറ്റീവ് ബാങ്കാണ് ഇപ്പോൾ TDS പിടിക്കാൻ ബാധകമായിട്ടുള്ളത്. അപ്പോൾ അല്ലാത്ത കോപ്പറേറ്റീവ് ബാങ്കിൽ ഇപ്പോൾ ഒരാൾ ഡെപ്പോസിറ്റ് കൊണ്ടുപോയി ഇടുമ്പോൾ ദാറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ടേൺ ഓവർ 50 crore ആണെന്നൊന്നും ഒരു FD ഇടുന്നവൻ ചിന്തിക്കൂല. നമ്മൾ നിയറസ്റ്റ് ബാങ്ക് അല്ലെങ്കിൽ വിശ്വാസമുള്ള ബാങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ TDS പിടിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ സൈറ്റിലും വരില്ല, 26 AS വരില്ല. പക്ഷെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ വെരിഫിക്കേഷന്റെ അടിയിൽ വായിച്ചു നോക്കണം. I so and so son of so and so has declared all source of my income as a individual capacity. There is no mistake and I confirmed that. എന്നിട്ട് നമ്മൾ OTP വെച്ചിട്ട് വെരിഫിക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഹെൽഡ് റെസ്പോൺസിബിൾ? ആ ഇൻഡിവിജ്വൽ ആണ്, അല്ലാണ്ട് CA or ITP അല്ല. ഇപ്പൊ നമ്മുടേതായ ഇൻകം ഡിക്ലെയർ ചെയ്യുമ്പോൾ സത്യവും വ്യക്തവുമാക്കി ഫയൽ ചെയ്യാം. താങ്ക് യു സാർ. ഫോൺ നമ്പർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, കൊടുക്കുന്ന കുഴപ്പമില്ല, ഒന്ന് പറയാമോ? ഞാൻ 8547 000 114. സാറിന്റെ ഫോൺ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എനിക്കിപ്പം ടൈം 10 മണി കഴിഞ്ഞു. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. അരിയേഴ്സിന്റെ ടാക്സ് എങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് രണ്ടുപേര് ചോദിച്ചു. അരിയേഴ്സിന്റെ ടാക്സ് നമുക്ക് എങ്ങനെയാണ്, നമ്മളിപ്പം പേ റിവിഷൻ അല്ലെങ്കിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ വേറെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു സമയത്ത് ഒരു അരിയേഴ്സ് സാലറി കിട്ടുമ്പോൾ ഈ ന്യൂ റിജീമിലും റിലീഫ് അണ്ടർ സെക്ഷൻ 89(1) എന്നാ പറയാം. എന്താ റിലീഫ് അണ്ടർ സെക്ഷൻ? നമ്മൾക്ക് നമ്മുടേതായ സാലറി അന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് ടാക്സ് ലെസ്സേ കൊടുക്കേണ്ടിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ടാക്സ് വരില്ലായിരുന്നു. എനിക്കിപ്പോൾ 5 ലക്ഷം ഒന്നിച്ച് കിട്ടിയ സമയത്ത് എൻ്റെ ഈ ടാക്സ് സ്ലാബ് 12.75 മേലെ കടന്നു. അപ്പോൾ അവർക്ക് മാർജിൻ റിലീഫും ഇല്ല, താഴത്ത് 4 മുതൽ ടാക്സ് അയാൾ കൊടുക്കേണ്ടി വരുന്നു. അല്ല എങ്കിൽ ഈ അരിയേഴ്സ് എനിക്ക് ബാക്ക് ഇയറിലേക്ക് സ്പ്രെഡ് ഓവർ ഫോം 10A സ്പ്രെഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ
അതിൻ്റെ ഒരു അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ഉണ്ട്. 10E എന്ന് പറയുന്ന ഫോമിൽ ഒന്ന് ടേബിളിലേക്ക് നമ്മൾ എത്ര വർഷത്തേക്കും അതിനൊരു നോ ലിമിറ്റ് എത്ര ആക്ച്വലി ആയിരിക്കണേ. അപ്പോൾ 5 വർഷത്തെ AGS കിട്ടിയിട്ട് 10 വർഷത്തേക്ക് സ്പ്രെഡ് ഓവർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നാളെ ഇതൊക്കെയെല്ലാം ഞാൻ പറയുന്നത് സ്ക്രൂട്ടിനിക്ക് വന്നു പോയാൽ ഈ പറയുന്നതിന് 300% ഫൈൻ, നമ്മുടെ പെനാൽറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കരുത്. അപ്പോൾ ഈ ബാക്ക് ഇയറിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾക്ക് ന്യൂ റെജീമിലും ഈ പറയുന്ന 89(1) റിലീഫ് ക്ലെയിം ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഉറപ്പുവരുത്തുക, നിങ്ങളൊന്നത് കാൽക്കുലേറ്റ് ചെയ്ത് മാനുവലി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇന്ന് 89(1) റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് വേണം കിട്ടും. അതിൽ